Hello students, welcome to another session on history. In this session, we will discuss the paper titled Colonialism, Imperialism and Nationalism. It is the core paper for third semester MA History. And this paper is a very detailed paper, and for the sake of time and the platform we are using, we would be only discussing those matters which are important from an examination point of view. So without any delay, let's get into the first module. So the title of the first module is The Growth and Consolidation of Capitalism. So in this module, we will be discussing what is capitalism and what are the different characteristics and properties of capitalism. So what is capitalism? Capitalism is an economic and political system in which a country's trade and industry are controlled by private owners for profit rather than by the state. അപ്പോൾ ക്യാപിറ്റലിസം എന്ന് പറയുന്നത് ഒരു എക്കോണമിക് ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റമാണ്. ഒരു സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള ഒരു സിസ്റ്റമാണ്, ഒരു വ്യവസ്ഥയാണ്. അത് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? പ്രൈവറ്റ് ഓണേഴ്സാണ്. അപ്പോൾ സ്വകാര്യ വ്യക്തികളുടെ ഇടപെടൽ മൂലം ഒരു സമ്പദ് വ്യവസ്ഥയിൽ അതിൻ്റെ സാമ്പത്തികവും രാഷ്ട്രീയവുമായിട്ടുള്ള വ്യവസ്ഥകളുടെ കൺട്രോള് അത്തരം സ്വകാര്യ വ്യക്തികൾ അവരുടെ കൈവശം വയ്ക്കുന്ന ആ ഒരു വ്യവസ്ഥയാണ് നമ്മൾ ക്യാപിറ്റലിസം എന്ന് വിളിക്കുന്നത്. സോ ക്യാപിറ്റലിസം ഈസ് എൻ എക്കോണമിക് ആൻഡ് പൊളിറ്റിക്കൽ സിസ്റ്റം ഇൻ വിച്ച് എ കൺട്രീസ് ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി ആർ കൺട്രോൾഡ് ബൈ പ്രൈവറ്റ് ഓണേഴ്സ് ഫോർ പ്രോഫിറ്റ്. ഇപ്പോൾ ക്യാപിറ്റലിസത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രോഫിറ്റ് നേടുക, ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് പ്രൈവറ്റ് പേഴ്സൺസ് ആണ്, സ്വകാര്യ വ്യക്തികളാണ്, മറിച്ച് ആരല്ല, സ്റ്റേറ്റ് അല്ല. അത് rather than by the state. So it is done by the private owners or the private people for profit and not by the state. So such a system, such an economic and political system is known as capitalism. അതിനെയാണ് നമ്മൾ മുതലാളിത്ത വ്യവസ്ഥ എന്ന് പറയുന്നത്. So what are the outstanding features of capitalism? So the first one is right of private property. സ്വകാര്യ സ്വത്ത് നേടാനുള്ള അവകാശം അല്ലെങ്കിൽ സ്വത്ത് കൈവശം വയ്ക്കാനുള്ള അവകാശം ക്യാപിറ്റലിസത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് സ്വത്ത് കൈവശം വയ്ക്കാനും കൂടുതൽ സ്വത്ത് നേടാനും അത് അടുത്ത തലമുറയിലേക്ക് കൈമാറാനും ഒക്കെയുള്ള റൈറ്റ്, അവകാശം ക്യാപിറ്റലിസത്തിലുണ്ട്. അടുത്തത് ഫ്രീഡം ഓഫ് എൻ്റർപ്രൈസ്. ഓൺട്രപ്രോണർഷിപ്പ് വളരെ പ്രധാനപ്പെട്ടൊരു ഘടകമാണ് ക്യാപിറ്റലിസത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഒരു സംരംഭകൻ ഒരു സംരംഭം ആരംഭിക്കുന്നു, അപ്പോൾ അതിനുള്ള ഫ്രീഡം ഉണ്ട്. ഏത് രീതിയിലുള്ള സംരംഭവും കൊണ്ടുവരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയുടെ കഴിവും അയാളുടെ മറ്റ് ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടും അല്ലെങ്കിൽ ഫൈനാൻസ് ചെയ്യാനുള്ള ഒന്നോ ഒന്നിലധികമോ സ്വകാര്യ വ്യക്തികളുടെ പ്രാപ്തി അനുസരിച്ച് പുതിയ സംരംഭങ്ങൾ കൊണ്ടുവരാനും അത് നടത്തിക്കൊണ്ടുപോകാനും അതുവഴി ലാഭം നേടാനുമുള്ള ഫ്രീഡം ഓഫ് എൻ്റർപ്രൈസ് ക്യാപിറ്റലിസത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. അടുത്തത് ഫ്രീഡം ഓഫ് ചോയ്സ് ബൈ ദ കൺസ്യൂമേഴ്സ്. ഇപ്പോൾ ക്യാപിറ്റലിസത്തിൽ നമുക്കറിയാം കൺസ്യൂമേഴ്സ് ആർ ദ മാസ്റ്റേഴ്സ്. കൺസ്യൂമേഴ്സ് ആണ് മാസ്റ്റേഴ്സ്, ഓർ ദ കൺസ്യൂമർ ഈസ് ദ കിങ്. അപ്പോൾ ധാരാളം കോമ്പറ്റീഷനുള്ള ഒരു സിസ്റ്റമാണ് ക്യാപിറ്റലിസം. ഇപ്പോൾ ധാരാളം കമ്പനികളുണ്ടാവും, അവരുടെ ധാരാളം പ്രോഡക്ട്സ് ഉണ്ടാവും. അപ്പോൾ അവിടെ ഏറ്റവും വിലമതിക്കേണ്ടത് അത് വാങ്ങാൻ വരുന്ന ആളുടെ പ്രിയോറിറ്റീസാണ്. അപ്പോൾ ഒരു കൺസ്യൂമർ, ഒരു ഉപഭോക്താവ് എന്താണ് ആഗ്രഹിക്കുന്നത്, അയാൾ തിരഞ്ഞെടുക്കുന്നത് എന്താണ്, അപ്പോൾ അതിന് ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള യോജിക്കുന്ന പ്രോഡക്റ്റ്, ഉൽപ്പന്നം വിപണിയിലെത്തിക്കുക എന്നുള്ളതാണ് ഓരോ ഓൺട്രപ്രോണറുടെയും അല്ലെങ്കിൽ ഓരോ ബിസിനസ്മാൻ്റെയും അല്ലെങ്കിൽ ഓരോ സംരംഭകൻ്റെയും ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ധാരാളം കോമ്പറ്റീഷൻ നിലനിൽക്കുന്നുണ്ട്, കോമ്പറ്റീറ്റീവ് അറ്റ്മോസ്ഫിയർ ഉള്ളതുകൊണ്ട് തന്നെ കൺസ്യൂമേഴ്സിന് വലിയ പരിഗണന ലഭിക്കുന്നു. സോ ദർ ഈസ് എ ഫ്രീഡം ഓഫ് ചോയ്സ് ഫോർ ദ കൺസ്യൂമേഴ്സ്. അടുത്ത പ്രത്യേകത പ്രോഫിറ്റ് മോട്ടീവാണ്.
എന്താ പ്രോഫിറ്റ് മോട്ടീവ് എന്ന് വെച്ചാൽ? പ്രോഫിറ്റ് മോട്ടീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാഭം നേടാനുള്ള ലാഭേച്ഛ എന്ന് പറയാം. ലാഭം നേടാനുള്ള മോട്ടീവാണ് ഈ ക്യാപിറ്റലിസത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ മൂലധനം കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നതും അത് ഇരട്ടിയാവോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നം നടത്തുന്നതുമൊക്കെ ഈ പ്രോഫിറ്റ് മോട്ടീവിൻ്റെ ലാഭം നേടാനുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ്. മറ്റൊരു പ്രത്യേകത ക്ലാസ് കോൺഫ്ലിക്റ്റ് ആണ്. ഒരു ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിൽ ഉണ്ടാകാവുന്നതാണ് ഈ പറയുന്ന ക്ലാസ് കോൺഫ്ലിക്റ്റ്. ഇങ്ങനെ ഫോർ എക്സാമ്പിൾ ഉള്ളവനും ഇല്ലാത്തവനും, ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ് ഉണ്ടാകാനുള്ള സാധ്യത ഒരു ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിൽ വളരെ കൂടുതലാണ്, ഉള്ളവനും ഇല്ലാത്തവനും. അപ്പോൾ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ വളരെ കുറച്ച് ആളുകളുടെ കയ്യിൽ ധാരാളം സമ്പത്ത് അടിഞ്ഞുകൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ സമ്പത്ത് ഉള്ളവനും സമ്പത്തില്ലാത്തവനും തമ്മിലുള്ള വലിയ വ്യത്യാസങ്ങൾ ഒരു ക്യാപിറ്റലിസ്റ്റ് സമൂഹത്തിലുണ്ടാകും. മറ്റൊന്ന് അൺകോർഡിനേറ്റ് നേച്ചറാണ്. കോർഡിനേഷനൊന്നും ഇല്ലാത്തൊരു സ്വഭാവമാണ് ഒരു ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിലുള്ളത്. ഫോർ എക്സാമ്പിൾ ഒരു ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിൽ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ആ ഒരു വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പലപ്പോഴും സ്റ്റേറ്റ് അല്ല. സ്റ്റേറ്റിൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകൾ വളരെ ചെറിയ തോതിലായിരിക്കും. ഒരു പ്രൈസ് സിസ്റ്റമാണ് ഈ ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ ഡിമാൻഡ് കൂടുക, അല്ലെങ്കിൽ പ്രൈസ് കൂടുക കുറയുക, ആവശ്യക്കാർ കൂടുതൽ വരിക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉൽപ്പന്നത്തിൻ്റെ ലഭ്യത കുറയുക, ഇങ്ങനെയുള്ള ഏറ്റക്കുറച്ചിലുകൾ ഈ ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയെ വളരെ വലിയ രീതിയിൽ ബാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ധാരാളം ഫോർ എക്സാമ്പിൾ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യം, അപ്പോൾ അതിന് വേണ്ട പ്രോഡക്ട്സ് എത്തിച്ച് കൊടുക്കാൻ പറ്റുകയോ പറ്റാതിരിക്കുകയോ ചെയ്യുന്ന അവസ്ഥ, ഏറ്റവും നല്ല പ്രോഡക്റ്റ് വിപണിയിൽ എത്തിക്കാൻ കഴിയുക, അപ്പോൾ ആ പ്രോഡക്റ്റിൻ്റെ നിലവാരം അനുസരിച്ചും അതിൻ്റെ ലഭ്യത അനുസരിച്ചും അല്ലെങ്കിൽ ലഭ്യത കുറവനുസരിച്ചും ഉണ്ടാകുന്ന പ്രൈസ് വ്യതിയാനങ്ങൾ, വിലയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ, ഇങ്ങനെ ധാരാളം ചെറിയ അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു സമ്പദ് വ്യവസ്ഥയെ, ക്യാപിറ്റലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയെ എന്ത് ചെയ്യുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അൺകോർഡിനേറ്റഡ് നേച്ചർ തീർച്ചയായിട്ടും ഒരു ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിനുണ്ട്. അതൊരു സോഷ്യലിസ്റ്റ് സിസ്റ്റം ആണെങ്കിൽ, ഒരു സ്റ്റേറ്റ് കൺട്രോൾഡ് സിസ്റ്റം ആണെങ്കിൽ അങ്ങനെയല്ല. സ്റ്റേറ്റ് ആയിരിക്കും ഇതിന് പലതിനെയും കൺട്രോൾ ചെയ്യുന്നത്. പ്രൈസ് കൺട്രോൾസ് ഉണ്ടാകും. അങ്ങനെയുള്ള ധാരാളം മെഷേഴ്സ് എവിടെ നിന്ന് വരാൻ സാധ്യതയുണ്ട്, ഒരു സ്റ്റേറ്റിൻ്റെ ഭാഗത്ത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാണ് അൺകോർഡിനേറ്റ് നേച്ചർ എന്ന് പറയുന്നത്. അടുത്തത് ഓൺട്രപ്രനേഴ്സ് റോളാണ്. ഒരു സംരംഭകൻ്റെ റോൾ എന്താണെന്നുള്ളത് അത് വളരെ വലുതാണ് ഒരു capitalist സിസ്റ്റത്തിൽ. സോ ഹിസ് റോൾ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ എ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം. നിങ്ങൾ ഒരു സോഷ്യലിസ്റ്റ് സിസ്റ്റവുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ, കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ വലിയ പങ്കാണ് ഒരു സംരംഭകന് അല്ലെങ്കിൽ ഓൺട്രപ്രനർക്കുള്ളത്. അപ്പോൾ ഓൺട്രപ്രനർ എന്ന രീതിയിൽ ആളുകൾ ധാരാളം മുന്നോട്ട് വരാനുള്ള സാധ്യത ഒരു ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിൽ കൂടുതലാണ്. കാരണം അവിടെ ബിസിനസ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. മാത്രമല്ല സ്വകാര്യ സ്വത്ത് സമ്പാദിക്കാനും കൈവശം വയ്ക്കാനും മറ്റുള്ളവർക്ക് അത് കൊടുക്കാനും അടുത്ത തലമുറയിലേക്ക് അത് കൈമാറ്റം ചെയ്യാനുമുള്ള സൗകര്യമുണ്ട്, അതിനുള്ള അവകാശമുണ്ട്. മാത്രമല്ല കയ്യിലുള്ള മൂലധനം ബിസിനസ്സിലും മറ്റുമൊക്കെ നിക്ഷേപിച്ച് അത് കൂടുതൽ അതിൽ നിന്ന് ലാഭം നേടാനുള്ള അവസരം ഒരു ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൺട്രപ്രനേഴ്സ് ധാരാളം ഉണ്ടാകും. അവരുടെ റോള് വളരെ വലുതാണ്. ദെൻ കൺട്രോൾ വിത്ത് റിസ്ക്. ധാരാളം റിസ്ക് ഉണ്ട്. കാരണം ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു സിസ്റ്റം ആയിരിക്കും ഒരു ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയിൽ ഉണ്ടാവുക. അപ്പോൾ ഈ മുതലാളിത്ത സംവിധാനത്തിൽ വലിയ മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഇടപെടലുകളാണ് എല്ലാ സംരംഭകരും ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും നല്ല പ്രോഡക്റ്റ് ഏറ്റവും നല്ല രീതിയിൽ അതിനെ മാർക്കറ്റ് ചെയ്യുക, ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് അത് എത്തിക്കുക, എന്നിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുക. ഈ രീതിയിലുള്ള ഒരു മോട്ടീവായിരിക്കും ഓൺട്രപ്രനേഴ്സിനുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിൽ റിസ്കുകൾ വളരെ കൂടുതലാണ്, കോമ്പറ്റീഷനും വളരെ കൂടുതലായിരിക്കും. അടുത്തത് കോമ്പറ്റീഷനാണ്. ഒരു മത്സരാധിഷ്ഠിത സമ്പ്രദായമാണ്, വ്യവസ്ഥയാണ് മുതലാളിത്ത വ്യവസ്ഥയിലുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ
ഒരുപാട് വ്യത്യസ്ത സംരംഭകർ, വ്യത്യസ്ത കമ്പനികൾ, വ്യത്യസ്ത ബിസിനസ് ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുന്ന ഒരു മേഖലയാണ്, ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു മേഖലയാണ് ഒരു മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഏറ്റവും നല്ല രീതിയിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്ന ആളാണ് മുന്നോട്ട് പോകുന്നത്. സോ കോമ്പറ്റീഷൻ is another trait of capitalist system. Another one is importance of price system. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് പ്രൈസ് സിസ്റ്റത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത്. അപ്പോൾ കസ്റ്റമറാണ് കിങ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ കസ്റ്റമർക്ക് ഒരുപാട് ചോയ്സ് ഉണ്ട്, തിരഞ്ഞെടുക്കാനുള്ള ചോയ്സ് ഉണ്ട്. അപ്പോൾ ഒരു കസ്റ്റമറെ പലപ്പോഴും അഡ്വർടൈസ്മെൻറ്റിലൂടെയൊക്കെ കസ്റ്റമേഴ്സിനെ ഇങ്ങനെ ആകർഷിക്കാമെന്നല്ലാതെ കസ്റ്റമേഴ്സിനെ പലപ്പോഴും നിർബന്ധിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല പ്രോഡക്റ്റ്, കസ്റ്റമേഴ്സിന് ഇഷ്ടപ്പെടുന്ന പ്രോഡക്റ്റ്, കസ്റ്റമറിൻ്റെ ആവശ്യം മനസ്സിലാക്കിയായിരിക്കും ആ ഒരു ഉൽപ്പന്നം വിപണിയിൽ എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആവശ്യക്കാർ കൂടുതലുള്ളത്, ആവശ്യക്കാരില്ലാത്തത്, അല്ലെങ്കിൽ ആവശ്യമനുസരിച്ച് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്നത്, പറ്റാത്തത്, ഇങ്ങനെ ഈ ആവശ്യങ്ങളും ഈ അവസ്ഥകളിലൊക്കെ വരുന്ന ഏറ്റക്കുറച്ചിലുകൾ ഈ പ്രൈസ് സിസ്റ്റത്തെ ബാധിക്കും, അല്ലെങ്കിൽ പ്രൈസ് സിസ്റ്റം ഇതിനെയൊക്കെ തിരിച്ചു ബാധിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വില നിലവാരം എന്ന് പറയുന്നത്, സാധനങ്ങളുടെ വില നിശ്ചയിക്കപ്പെടുന്നത്, അത് നിലനിൽക്കുന്നത്, അത് മുകളിലേക്കും താഴേക്കും പോകുന്നത്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട പങ്ക് ഒരു ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിൽ വഹിക്കുന്നുണ്ട്. അടുത്തത് ഇക്കോണമിക് ഇനിക്വാലിറ്റീസ് ആണ്. സമ്പത്തിൻ്റെ കാര്യത്തിൽ വലിയ ഏറ്റക്കുറച്ചിലുകൾ ഒരു മുതലാളിത്ത വ്യവസ്ഥയിലുണ്ടാകും. നമ്മൾ നേരത്തെ പറഞ്ഞു, മൂലധനമുള്ള ആളുകളും മൂലധനമില്ലാത്ത ആളുകളും. മൂലധനമുള്ള ആളുകൾക്കാണ് അത് നിക്ഷേപിക്കാനുള്ള അവസരം ഉണ്ടാകുന്നത്. അങ്ങനെ നിക്ഷേപിക്കുന്ന ആളുകൾ ഒരുപക്ഷെ വലിയ റിട്ടേൺസ് അതിൽ നിന്ന് നേടും, വലിയ ലാഭമുണ്ടാക്കും. അങ്ങനെ ലാഭമുണ്ടാക്കുന്ന ആളുകളുടെ കയ്യിൽ വീണ്ടും കൂടുതൽ മൂലധനം വരുന്നു, അവർ വീണ്ടും നിക്ഷേപിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങനെ നടത്തി കൂടുതൽ റിട്ടേൺസ് ഉണ്ടാക്കാൻ ഒരു വിഭാഗത്തിന് സാധിക്കുകയും മറ്റൊരു വിഭാഗത്തിന് അത് സാധിക്കാതെ വരികയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഹാവ്സും ഹാവ് നോട്ട്സും ഉണ്ടാകുന്നു. സാമ്പത്തികമായി ഉയർന്നു വരുന്നു ഒരു വിഭാഗം സാമ്പത്തികമായിട്ട് ഉയർന്നു വരുന്നില്ല എന്ന് മാത്രമല്ല, ഒരുപാട് പുറകിലേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു വലിയ ഇക്കോണമിക് ഇനിക്വാലിറ്റി ഉണ്ടാകാനുള്ള സാധ്യത ഒരു ക്യാപിറ്റലിസ്റ്റ് സമൂഹത്തിൽ വളരെ കൂടുതലാണ്. സോ വാട്ട് ആർ ദ മെറിറ്റ്സ് ഓഫ് ക്യാപിറ്റലിസം? ക്യാപിറ്റലിസത്തിന് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഗുണങ്ങൾ? ഒന്ന്, ഓട്ടോമാറ്റിക് വർക്കിംഗ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഒരു സ്റ്റേറ്റ് ഇൻ്റർവെൻഷൻ വളരെ കുറവായിരിക്കും ഒരു ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിൽ. സർക്കാരിൻ്റെ കടന്നുകയറ്റം അല്ലെങ്കിൽ കൈകടത്തൽ വളരെ കുറവായിരിക്കും. ഒരു മിനിമലിസ്റ്റ് ഗവൺമെൻറ്റാണ് നമ്മൾ കാണുന്ന മിക്ക വലിയ പരിഷ്കൃതമായിട്ടുള്ള വികസിത രാജ്യങ്ങളിലൊക്കെ, മുതലാളിത്ത രാജ്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് ഒരു മിനിമലിസ്റ്റ് ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് കുറച്ച് റെഗുലേഷൻസ് മറ്റുമൊക്കെ നോക്കി നടത്തുന്ന കാര്യങ്ങളേ ഉള്ളൂ. ബിസിനസ്സിലേക്ക് വലിയ രീതിയിൽ വന്ന് കൈകടത്തുന്ന രീതി അത്തരം ഗവൺമെൻറ്റുകൾക്കില്ല. അതുകൊണ്ട് ഈ ഒരു സിസ്റ്റം അതൊരു ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്. അതിന് പ്രത്യേക പ്ലാനോ അല്ലെങ്കിൽ പ്രത്യേക രീതിയിലുള്ള ഒരു ഫ്യൂച്ചർ പ്ലാനിംഗ് ഒന്നും ഗവൺമെൻറ്, സ്റ്റേറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. അത് മാർക്കറ്റിൽ വരുന്ന ഫ്ലക്ച്വേഷൻസ് അനുസരിച്ച് ആണ് അതിൻ്റെ ഗതി നിർണ്ണയിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് അതിന് ഓട്ടോമാറ്റിക് വർക്കിംഗ് എന്ന് വിളിക്കുന്നത്. അടുത്തത് ഹയർ എഫിഷ്യൻസി ആൻഡ് ഇൻസെൻറ്റീവ് ടു ഹാർഡ് വർക്ക്. ഹയർ എഫിഷ്യൻസി ആയിരിക്കും. കാരണം എഫിഷ്യൻസി, കാര്യക്ഷമത എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു മത്സരാധിഷ്ഠിത സംവിധാനമായിരിക്കും ഇത്തരം ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥകളിലുണ്ടാവുക, മുതലാളിത്ത സമൂഹങ്ങളിലുണ്ടാവുക. അതുകൊണ്ട് ഓരോ കമ്പനിയും ഓരോ പ്രോഡക്റ്റും മറ്റ് പ്രോഡക്റ്റുകളുമായും കമ്പനികളുമായിട്ടും നിരന്തരം കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, മത്സരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ആ മത്സരത്തിൽ വിജയിക്കുക എന്നുള്ളത്, ഏറ്റവും നല്ല പ്രോഡക്റ്റ് ആകുക എന്നുള്ളത്, ഏറ്റവും നല്ല സർവീസ് കൊടുക്കുക എന്നുള്ളത് എഫിഷ്യൻസിയുടെ ഭാഗമാണ്, കാര്യക്ഷമതയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പബ്ലിക് കമ്പനികളെ വെച്ച് നോക്കുമ്പോൾ, പൊതുമേഖലാ സ്ഥാപനങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഈ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങൾ കൂടുതൽ എഫിഷ്യൻ്റായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റൊരു കാര്യം അതുമായി ചേർത്ത് വായിക്കേണ്ടതാണ് ഇൻസെൻറ്റീവ് ടു ഹാർഡ് വർക്ക്. ഈ സ്വകാര്യ മേഖലയിൽ നിങ്ങൾ ചെയ്യുന്ന ജോലി, ആ ജോലി എത്രത്തോളം മനോഹരമായി ചെയ്യുന്നു, എത്രത്തോളം എഫിഷ്യൻ്റായിട്ട് ചെയ്യുന്നു,
അതനുസരിച്ച് നിങ്ങൾക്കൊരു ചെറിയ ഇൻസെൻറ്റീവ് തരും, ഒരു അഭിനന്ദനം. അത് പണമായിട്ടോ സ്ഥാനക്കയറ്റമായിട്ടോ മറ്റെന്തെങ്കിലും രീതിയിലുള്ള കോംപ്ലിമെൻ്റ് ആയിട്ടോ ഒക്കെയാണ് തരിക. അപ്പോൾ ഈ ഹാർഡ് വർക്കിന് എപ്പോഴും എന്ത് ചെയ്യും, ഇങ്ങനെ കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളെ അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു സ്വഭാവത്തെ, ഒരു നേച്ചറിനെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുന്ന, അതിനെ എപ്പോഴും കൂടുതൽ സഹായിക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ക്യാപിറ്റലിസത്തിലുള്ളത്. അതും ക്യാപിറ്റലിസത്തിൻ്റെ ഒരു മെറിറ്റാണ്, ഒരു ഗുണമാണ്. ഇക്കോണമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രോസ്പെറിറ്റി. നമ്മൾ കണ്ടിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ വികസിത രാജ്യങ്ങളെല്ലാം ഇത്തരത്തിലുള്ള ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളാണ്. അവിടെ വളരെ പെട്ടെന്ന് ത്വരിതഗതിയിൽ ഇക്കോണമിക് ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്. അത്തരം രാജ്യങ്ങളൊക്കെ സമ്പന്ന രാജ്യങ്ങളുമാണ്. അപ്പോൾ അത് ഇക്കോണമിക് ഡെവലപ്മെൻറ്റും അതുപോലെ തന്നെ പ്രോസ്പെറിറ്റിയും ഇത്തരം ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥകളുടെ ഒരു ഗുണമാണ്. നെക്സ്റ്റ് വൺ, ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, ആൻഡ് ദിസ് വൺ ഈസ് ഓൾസോ അസോസിയേറ്റഡ് വിത്ത് എഫിഷ്യൻസി. ഈ കാര്യക്ഷമതയുടെ മറ്റൊരു മുഖമാണ് ഈ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. അപ്പോൾ റിസോഴ്സസ് വളരെ സ്കെയറാണ്. അപ്പോൾ റിസോഴ്സസ് മാക്സിമം ഉപയോഗിക്കുക, റിസോഴ്സസിനെ മറ്റു തരത്തിലുള്ള പാഴാക്കലുകളൊന്നും ഇല്ലാതെ അത് ഒപ്റ്റിമമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് ഒരു ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു ചുറ്റുപാടിൽ തീർച്ചയായിട്ടും വളരെ ഒപ്റ്റിമമായിട്ട് കാര്യക്ഷമമായ രീതിയിൽ സ്രോതസ്സുകൾ ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ അനാവശ്യമായ പാഴാക്കലുകൾ ചില കാര്യങ്ങളിൽ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിൽ ഉണ്ടാകില്ല. മറ്റൊന്ന് ജസ്റ്റ് സിസ്റ്റം എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം, അനാവശ്യമായിട്ടുള്ള ഇടപെടലുകളൊന്നും സ്റ്റേറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. അതുപോലെ തന്നെ ഓരോരുത്തരും ഫ്രീ ആണ്, ഓരോ ഓൺട്രപ്രണറും ഫ്രീ ആണ്. ആ ഓൺട്രപ്രണർക്ക് നിലനിൽക്കുന്ന നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം, ബിസിനസ് നടത്താം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ആ ഒരു എൻ്റർപ്രൈസിൻ്റെ അതിൻ്റെ എഫിഷ്യൻസി, അതിൻ്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, അതിൻ്റെ മാർക്കറ്റ് ഇൻ്റർവെൻഷൻ, സർവേ നടത്തിയ ആളുകൾ എന്താണ് ആവശ്യപ്പെടുന്നത്, അതിൻ്റെ ഫ്യൂച്ചറിസ്റ്റിക്കും ഇന്നോവേറ്റീവും ആയിട്ടുള്ള കാൽക്കുലേഷൻസ്, ഇതൊക്കെയാണ് ഈ ബിസിനസ്സിനെ അല്ലെങ്കിൽ സംരംഭത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അനാവശ്യമായിട്ടുള്ള ഇടപെടലുകളും മറ്റൊന്നുമില്ല. കോമ്പറ്റീറ്റീവ് വേൾഡിൽ എത്രത്തോളം നിങ്ങൾ എഫിഷ്യൻ്റ് ആണോ അത്രത്തോളം മുന്നോട്ട് പോകാൻ പറ്റും. സോ ദർ ഇസ് എ ജസ്റ്റ് സിസ്റ്റം, വളരെ ജസ്റ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് ഏറെക്കുറെ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിലുള്ളത്. മറ്റൊന്ന് ഡെമോക്രാറ്റിക് ആണ്. സോ ഡെമോക്രാറ്റിക് ഇൻ ദ സെൻസ്, നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം ഒന്നുകൂടി പറയാം. ഒരു കൺസ്യൂമറെ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ കൺസ്യൂമറെ സംബന്ധിച്ചിടത്തോളം കൺസ്യൂമർ ഒരു പ്രത്യേക ഉൽപ്പന്നമാണ് വാങ്ങാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ധാരാളം കമ്പനികൾ അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു പ്രത്യേക ഉൽപ്പന്നം വാങ്ങാൻ ഒരു കൺസ്യൂമറെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നിർബന്ധിക്കാൻ പറ്റില്ല. അയാളെ ക്യാൻവാസ് ചെയ്യാം, അവിടെ പോയി ഇൻഫ്ലുവൻസ് ചെയ്യാം, പരസ്യങ്ങൾ ഉപയോഗിക്കാം. പക്ഷേ വലിയൊരു ഫ്രീഡം ആർക്കുണ്ട്, കൺസ്യൂമർക്കുണ്ട്. അതുപോലെ തന്നെ ഓരോ മാർക്കറ്റിൽ ഇടപെടാനും മാർക്കറ്റിൽ പുതിയ പ്രോഡക്ട്സ് കൊണ്ടുവരാനും മറ്റുമൊക്കെ ഉള്ള ഒരു സ്വാതന്ത്ര്യം ഒരു ഓൺട്രപ്രണർക്കും ഉണ്ട്, അല്ലെങ്കിൽ ഒരു എൻ്റർപ്രൈസിനും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പൊതുവെ ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റം നിലനിൽക്കുന്നു. അതും ക്യാപിറ്റലിസത്തിൻ്റെ ഒരു മെറിറ്റാണ്. എൻകറേജ്മെൻറ്റ് ടു enterprise and risk taking. So risk taking is very important in a capitalist system. Why? ഈ റിസ്ക് ടേക്കിംഗ് എന്ന് പറയുന്നത് പലപ്പോഴും ഒരു പുതിയ ഒരു മൈൽ സ്റ്റോൺ, പുതിയ ഒരു ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ പലപ്പോഴും റിസ്ക് എടുക്കേണ്ടി വരും. പലപ്പോഴും അത് കാൽക്കുലേറ്റഡ് റിസ്ക് ആയിരിക്കും. പലപ്പോഴും അത് ഒരു ഫീസിബിലിറ്റി സ്റ്റഡിയൊക്കെ നടത്തിയായിരിക്കും അത് ചെയ്യുന്നുണ്ടാകുക. അല്ലെങ്കിൽ കൂടി റിസ്ക് എടുക്കാനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. ഒരു പബ്ലിക് സെക്ടറിൽ അതിൻ്റെ ആവശ്യമില്ല. പബ്ലിക് സെക്ടറിൽ ഒരുപാട് സെക്യൂറാണ്. പലപ്പോഴും പ്രോഫിറ്റ് ഉണ്ടാക്കിയില്ലെങ്കിലും പ്രശ്നം ഉണ്ടാകില്ല. അല്ലെങ്കിൽ പല പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സും പ്രോഫിറ്റിന് വേണ്ടി ആകണമെന്നില്ല. എഫിഷ്യൻസി വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു
ഇൻസെൻറ്റീവ്സ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഇൻസെൻറ്റീവ്സ് പലപ്പോഴും കിട്ടാതെയാകുമ്പോൾ ജോലി ചെയ്യുന്ന ആളുകൾക്കും കൂടുതൽ കാര്യക്ഷമമായി ജോലി ചെയ്യാനുള്ള താല്പര്യം കുറഞ്ഞു വരും, ചിലപ്പോൾ ഇല്ലാതെയാകും. അപ്പോൾ ഈ പുതിയ സംരംഭങ്ങൾ തുടങ്ങുക, അതുപോലെ തന്നെ റിസ്ക് എടുക്കുക, ഇതൊക്കെ വളരെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത് ഒരു ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിലാണ്. അടുത്തത് അഡാപ്റ്റബിലിറ്റിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ നമ്മൾ കണ്ട പോയിന്റിൽ റിസ്ക് ടേക്കിംഗ് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞു. അതിനർത്ഥം എന്താണ്? അതിനർത്ഥം ധാരാളം റിസ്കുകൾ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം റിസ്കുകൾ, ആ റിസ്കുകളുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ, അതുമായി ചേർന്ന് പോകാൻ, അപ്പോൾ അതിനോട് ശരിയായ രീതിയിൽ റെസ്പോണ്ട് ചെയ്യാനൊക്കെയുള്ള കഴിവ് ക്യാപിറ്റലിസത്തിന് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ലോക ചരിത്രത്തിൽ തന്നെ ക്യാപിറ്റലിസത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ധാരാളം ഉയർച്ച താഴ്ചകളിലൂടെ, അപ്സ് ആൻഡ് ഡൗൺസിലൂടെയാണ് ക്യാപിറ്റലിസം യാത്ര ചെയ്തിട്ടുള്ളത്. വലിയ റിസഷൻസ് ഉണ്ടായിട്ടുണ്ട്. 1930 നമുക്കറിയാം ഒരു വലിയ ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് 2008 ഒരു സബ് പ്രൈം ക്രൈസിസിൻ്റെ ഭാഗമായിട്ട് റിസഷൻ ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ കടന്നു പോകുന്ന ഈ കോവിഡ് കാലത്തും ധാരാളം ബിസിനസ്സുകൾക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ നഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നു, അല്ലെങ്കിൽ പലപ്പോഴും നഷ്ടങ്ങൾ ഇനി നമ്മൾ കണക്കാക്കി എടുക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഈ കാലഘട്ടത്തിലൊക്കെ ക്യാപിറ്റലിസം കൂടുതൽ ശക്തിയോടെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ അഡാപ്റ്റബിലിറ്റി ക്യാപിറ്റലിസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ മാറി വരുന്ന സാഹചര്യങ്ങളോട് വളരെ നല്ല രീതിയിൽ അഡാപ്റ്റ് ചെയ്യാനും പുതിയ ടെക്നിക്സും ടൂൾസും ഉപയോഗിച്ച് അതിനെ മറികടക്കാനുമുള്ള ഒരു ഇൻഹെറൻ്റ് ആയിട്ടുള്ള ഒരു ശക്തി, ഒരു സ്വഭാവം ക്യാപിറ്റലിസത്തിനുണ്ട്. അപ്പോൾ അതും ക്യാപിറ്റലിസത്തിൻ്റെ ഒരു സവിശേഷതയാണ്, ഒരു മെറിറ്റാണ്. ഇനി നമുക്ക് ഡിമെറിറ്റ്സ് നോക്കാം. ഡിമെറിറ്റ്സ് ഓഫ് ക്യാപിറ്റലിസം. ഫസ്റ്റ് വൺ ഈസ് വേസ്റ്റ്ഫുൾ കോമ്പറ്റീഷൻ. ഇപ്പോൾ കോമ്പറ്റീറ്റീവ് വേൾഡ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. മത്സരാധിഷ്ഠിതമായിട്ടുള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. സോ ടു ബി കോമ്പറ്റീറ്റീവ് ഇൻ സച്ച് എ സിനാറിയോ, ഇൻ such a system, you need to be up to the mark. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടി യു ഹാവ് ടു സ്പെൻഡ് എ ലോട്ട് ഓഫ് റിസോഴ്സസ്. ഒരുപാട് റിസോഴ്സസ് അനാവശ്യമായിട്ട് ഉപയോഗിക്കേണ്ടി വരും. ഇപ്പോൾ പരസ്യത്തിൻ്റെ കാര്യമായാലും ഒക്കെ ധാരാളം വേസ്റ്റ്ഫുൾ കോമ്പറ്റീഷൻസിന് ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. പലപ്പോഴും എല്ലാ ഓൺട്രപ്രണേഴ്സും വിജയത്തിലെത്തണമെന്നില്ല. അപ്പോൾ വിജയത്തിലെത്തപ്പെടാത്ത കുറേ ഓൺട്രപ്രണേഴ്സിൻ്റെ, കുറേ സംരംഭകരുടെ പ്രയത്നം, അവരുപയോഗിക്കുന്ന റിസോഴ്സസ്, ഇതൊക്കെ ഒരുപക്ഷെ പിന്നീട് വേസ്റ്റായി പോകാനുള്ള സാധ്യതയുണ്ട്. സോ ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് വേസ്റ്റ്ഫുൾ കോമ്പറ്റീഷൻ. ദെൻ ഹ്യൂമൻ വെൽഫെയർ ഈസ് ഇഗ്നോർഡ്. അപ്പോൾ വെൽഫെയർ എന്ന് പറയുന്ന, ക്ഷേമം എന്ന് പറയുന്നത്, മനുഷ്യൻ്റെ ക്ഷേമം, പൊതുവെ സമൂഹത്തിലെ ആളുകളുടെ ക്ഷേമം, ഇതിനെക്കുറിച്ചൊന്നും ക്യാപിറ്റലിസത്തിന് പ്രത്യേക രീതിയിലുള്ള ഒരു താല്പര്യമില്ല. അതെപ്പോഴും പ്രോഫിറ്റാണ് നോക്കുന്നത്. ഇറ്റ്സ് ഇൻട്രസ്റ്റഡ് ഓൺലി ഇൻ പ്രോഫിറ്റ്. സോ this human welfare is always, or most of the times, the human welfare is sidelined. So human welfare is ignored. Economic instability and unemployment. ഈ റിസ്ക് ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ഇൻസ്റ്റെബിലിറ്റി ഇത്തരത്തിലുള്ള ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിൽ ഉണ്ടാകും. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു അൺകോർഡിനേറ്റഡ് സിസ്റ്റം ആണെന്ന് പറഞ്ഞു. അപ്പോൾ മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് ധാരാളമായിട്ട് ഒരു സാമ്പത്തിക ഒരു മുതലാളിത്ത വ്യവസ്ഥയെ ബാധിക്കും. ഒരു സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് ഇൻ്റർവെൻഷൻ ധാരാളമുള്ളൊരു സിസ്റ്റത്തിലാണെങ്കിൽ അതിൻ്റെ പല ഷോക്കുകളും ഈ സ്റ്റേറ്റ് തന്നെ അത് അബ്സോർബ് ചെയ്യും. ഇവിടെ അങ്ങനെ ആണോന്നില്ല. ഇത് ഓരോ ഇൻഡിവിജ്വൽ കമ്പനിയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സെക്ടറോ അതിൻ്റെ ആഘാതം ഏൽക്കേണ്ടി വരും. അപ്പോൾ അത്തരം സമയങ്ങളിൽ ധാരാളം അൺഎംപ്ലോയ്മെൻറ്റ്സ് ഉണ്ടാകും. അപ്പോൾ പ്രൈവറ്റ് സെക്ടറിൽ ഈ ജോബ് സെക്യൂരിറ്റി വളരെ കുറവാണ്. പലപ്പോഴും ജോബ് സെക്യൂരിറ്റി ഉണ്ടാകില്ല. അപ്പോൾ നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കുന്ന ലേ ഓഫ്സും, അതുപോലെ തന്നെ ആളുകളെ പിരിച്ചുവിടുന്നതും, തൊഴിലാളികളുടെയും ജോലിക്കാരുടെയൊക്കെ എണ്ണം കുറയ്ക്കുന്നതൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. പ്രൈവറ്റ് സെക്ടറിൽ അങ്ങനെ ഉണ്ടാകുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു ഇൻസ്റ്റെബിലിറ്റി ഉണ്ട്, എക്കോണമിക് ഇൻസ്റ്റെബിലിറ്റി ഉണ്ട്, അൺഎംപ്ലോയ്മെൻറ്റിനുള്ള സാധ്യത, വളരെ പെട്ടെന്ന് ഒരുപാട് ജോലി ജനറേറ്റ് ചെയ്യാനും ചില പ്രതികൂല സാഹചര്യങ്ങളിൽ ധാരാളം ജോലി ഇല്ലാതെയാകാനുമുള്ള സാധ്യത
ഒരു ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിലുണ്ട്. അതൊരു ഡീമെറിറ്റാണ്. പ്രോപ്പർട്ടി റൈറ്റ്സ് ടേക്ക് പ്രിസിഡൻസ് ഓവർ ഹ്യൂമൻ റൈറ്റ്സ്. ഇനി പ്രോപ്പർട്ടി റൈറ്റ്സിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. എ പേഴ്സൺ ഹാസ് റൈറ്റ് ടു പ്രോപ്പർട്ടി, പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇൻ എ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രോപ്പർട്ടി കൈവശപ്പെടുത്തുക അല്ലെങ്കിൽ അത് നേടുക എന്ന് പറയുന്ന ഒരു പ്രോഫിറ്റ് മോട്ടീവ് ഉണ്ടാകും. അതിൻ്റെ അങ്ങനെ ഉള്ള ഒരു മത്സരാധിഷ്ഠിത വ്യവസ്ഥ നിലനിൽക്കുമ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് പലപ്പോഴും വയലേറ്റ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സിന് ആവശ്യമായിട്ടുള്ള ശ്രദ്ധ പലപ്പോഴും ലഭിക്കണമെന്നില്ല. നെക്സ്റ്റ് വൺ ഈസ് ക്ലാസ് കോൺഫ്ലിക്റ്റ്. ക്ലാസ് കോൺഫ്ലിക്റ്റ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള വലിയ അന്തരം, ഒരു വലിയ ഡിവൈഡ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ ഒരു സംഘർഷത്തിലേക്ക് അത് പിന്നീട് നയിക്കാനും സാധ്യതയുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് സോഷ്യൽ ഇൻജസ്റ്റിസ് ആൻഡ് ഇക്കോണമിക് ഇൻഇക്വാലിറ്റി. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് ഇക്കോണമിക് ഇൻഇക്വാലിറ്റി ഉണ്ടാകും എന്നുള്ളത്. ഉള്ളവരും ഇല്ലാത്തവരും തമ്മിലുള്ള അന്തരം കൂടിക്കൂടി വരുന്നു. ഇപ്പോൾ നമ്മൾ പലയിടത്തും നോക്കുകയാണെങ്കിൽ വലിയ മുതലാളിത്ത രാജ്യങ്ങളിലൊക്കെ നോക്കുന്ന സമയത്ത് അവിടെയൊക്കെ വളരെ കുറച്ച് ആളുകളുടെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ സ്വത്തുള്ളത്. അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ തന്നെ മൊത്തം സമ്പത്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു 70-75 പലപ്പോഴും 80% സ്വത്തും വളരെ കുറച്ച് ആളുകളുടെ കയ്യിലായിരിക്കും. 1% ആളുകളുടെ കയ്യിലോ അല്ലെങ്കിൽ 2% ആളുകളുടെ കയ്യിലോ ഒക്കെ ആയിരിക്കും. ഇത് ഒരു മുതലാളിത്ത വ്യവസ്ഥ നിലനിൽക്കുന്ന രാജ്യങ്ങളുടെ പ്രത്യേകതയാണ്. മിസ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. അപ്പോൾ റിസോഴ്സസിനെ എല്ലാവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതിയാണ്. അത്തരം ഒരു ചിന്താഗതി ഒരു ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിൽ ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞൊരു സോഷ്യൽ ഇൻജസ്റ്റിസ് ഉണ്ടാകും. എല്ലാവർക്കും ഒരുപോലെ തന്നെ വിഭവങ്ങളുടെ മുകളിൽ അധികാരം ഉണ്ടാകണമെന്നില്ല. അത് കുറച്ചാളുകൾ കൂടുതൽ അത് കൈവശപ്പെടുത്തുകയും so there is a possibility for ചൂഷണം നടക്കാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. എക്സ്പ്ലോയിറ്റേഷൻ, there is a possibility for exploitation by a minority of people. അപ്പോൾ ഈ വളരെ കുറച്ച് ആളുകൾക്ക് ഈ എക്കോണമിക് പവർ വരികയും അവരുടെ കയ്യിൽ ധാരാളം റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടൊരു മിസ് അലോക്കേഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എമർജൻസ് ഓഫ് മോണോപ്പൊളീസ് ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് എക്കോണമിക് പവർ. ധാരാളം കുത്തകകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുത്തക കമ്പനികൾ ഒരു പ്രത്യേക സമ്പദ് വ്യവസ്ഥയിൽ വലിയ പങ്ക് കൈയാളുന്ന വളരെ കുറച്ച് കമ്പനികൾ ഉണ്ടാകും. അതൊരു ദേശീയ തലത്തിലോ അന്തർദേശീയ തലത്തിലോ അത്തരം വലിയ കമ്പനികൾ ഉണ്ടാകും. ധാരാളം അങ്ങനെ കമ്പനികളുണ്ടെന്ന് നമുക്കറിയാം. മിക്കവാറും നമ്മൾ കാണുന്ന മൾട്ടിനാഷണൽ കമ്പനീസൊക്കെ ഇങ്ങനെയുള്ളൊരു മുതലാളിത്ത വ്യവസ്ഥയിൽ നിന്നുണ്ടായി വന്നിട്ടുള്ളവയാണ്. അവരുടെ കയ്യിൽ ഈ സമ്പദ് വ്യവസ്ഥ അവരുടെ കയ്യിലായിരിക്കും പലപ്പോഴും ഉണ്ടാവുക. അവരായിരിക്കും അതിനെ കൺട്രോൾ ചെയ്യുന്നത്. സോ ദർ ഈസ് എ പോസിബിലിറ്റി ഓഫ് എമർജൻസ് ഓഫ് monopolies ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് economic power in their hands. ദെൻ നെക്സ്റ്റ് വൺ ഈസ് malpractices. ഒരുപാട് malpractices ഉണ്ടാകും. അഴിമതി നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ക്രോണിക് ക്യാപിറ്റലിസം നമ്മൾ പറയും. അപ്പോൾ വലിയ കുത്തക കമ്പനികൾ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരുടെ എക്കോണമിക് മൈറ്റ് ഉപയോഗിച്ച് ബൈ യൂസിങ് ദിയർ എക്കോണമിക് മൈറ്റ് ദേ ക്യാൻ ഇൻഫ്ലുവൻസ് ദ ഗവൺമെൻറ്, ദ പോളിസി പീപ്പിൾ, അപ്പോൾ അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴും നിയമങ്ങളെ തന്നെ വളച്ചൊടിക്കാനൊക്കെ അവർ ശ്രമിക്കും. സോ there is a possibility of high degree of malpractices in a capitalist society. അതും ക്യാപിറ്റലിസത്തിൻ്റെ മറ്റൊരു ഡീമെറിറ്റാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ക്യാപിറ്റലിസത്തിൻ്റെ മെറിറ്റ്സിനെ കുറിച്ചും ഡീമെറിറ്റ്സിനെ കുറിച്ചും പറയാനുള്ളത്. വളരെ ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്കാണ് മുതലാളിത്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും. സോ അതുമായി ബന്ധപ്പെടുത്തി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കോൺസെപ്റ്റാണ് വെൽഫെയർ സ്റ്റേറ്റ്.
ക്ഷേമരാഷ്ട്രം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് മലയാളത്തിലേക്ക് അതിന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അപ്പോൾ എന്താണ് ഒരു വെൽഫെയർ സ്റ്റേറ്റ്? The welfare state is a form of society characterized by a system of democratic, government-sponsored welfare placed on a new footing and offering a guarantee of collective social care to its citizens, concurrently with the maintenance of a capitalist system of production. അപ്പോൾ ഈ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം പതുക്കെ പതുക്കെ അതിനൊരു രൂപാന്തരം സംഭവിച്ച് അതൊരു വെൽഫെയർ സ്റ്റേറ്റ് ആയിട്ട് മാറുന്നു. അപ്പോൾ ലോകത്ത് തന്നെ നമ്മൾ ധാരാളം ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളുണ്ട്. അതൊക്കെ വെൽഫെയർ സ്റ്റേറ്റ്സുമാണ്. ഏറ്റവും നല്ല ഉദാഹരണങ്ങൾ നമ്മുടെ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളാണ്. അപ്പോൾ വളരെ അതിസമ്പന്നമായ രാജ്യങ്ങളാണ്. അതൊരു വെൽഫെയർ സ്റ്റേറ്റുമാണ്. അപ്പോൾ വെൽഫെയർ സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ എ സിസ്റ്റം ഓഫ് ഡെമോക്രാറ്റിക് ഗവൺമെൻറ് സ്പോൺസേഡ് വെൽഫെയർ. ഓക്കെ, സിറ്റിസൻസിൻ്റെ, പൗരന്മാരുടെ എല്ലാ ആവശ്യങ്ങളും, വിദ്യാഭ്യാസം, അവരുടെ ആരോഗ്യം, റിക്രിയേഷൻ, എൻ്റർടൈൻമെൻറ്റ്, ഇത്തരം കാര്യങ്ങളൊക്കെ, പെൻഷൻ, ഇത്തരം കാര്യങ്ങളൊക്കെ സ്റ്റേറ്റ് തന്നെ മുൻകൈയെടുത്ത് നടത്തി കൊടുക്കുന്ന, നിവർത്തിച്ചു കൊടുക്കുന്ന ഒരു ഏർപ്പാടിനെയാണ് നമ്മൾ ലളിതമായി പറഞ്ഞാൽ വെൽഫെയർ സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ വെൽഫെയർ സ്റ്റേറ്റ് ആയിട്ട് ഒരു സ്റ്റേറ്റ് വരണമെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഒരു ധാരാളം ഫണ്ടുള്ളൊരു സ്റ്റേറ്റ് ആയിരിക്കണം. ഒരുപാട് ഫണ്ട് ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന സ്റ്റേറ്റ് ആയിരിക്കണം. അത് വേണമെങ്കിൽ ധാരാളം ഫണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്കോണമി ആയിരിക്കണം തീർച്ചയായിട്ടും. ആ എക്കോണമി, ആ ഒരു സമ്പദ് വ്യവസ്ഥയുള്ള രാജ്യം, അത്തരം രാജ്യങ്ങൾക്കാണ് അത് സാധിക്കുകയുള്ളൂ. മറ്റ് ധാരാളം കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രത്യേക രീതിയിൽ നമുക്ക് പറയാവുന്നൊരു കാര്യം, അത്തരം ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു സിസ്റ്റം, ഒരു വെൽഫെയർ സിസ്റ്റം നിലനിൽക്കുന്ന ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു ട്രാൻസ്ഫോർമേഷനാണ്. ക്യാപിറ്റലിസ്റ്റ് പ്രൊഡക്ഷൻ, സിസ്റ്റം ഓഫ് പ്രൊഡക്ഷൻ നിലനിൽക്കുന്ന ഒരു രാജ്യം തന്നെയാണ്. ആ രാജ്യം ക്യാപിറ്റലിസ്റ്റ് രാജ്യമാണെങ്കിൽ കൂടി ഇത്തരം വെൽഫെയർ ആയിട്ടുള്ള സിറ്റിസൺസിന് എല്ലാവർക്കും അവരുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സ്റ്റേറ്റ് തന്നെ മുൻകൈയെടുത്ത് നോക്കി നടത്തുന്ന ഒരു അവസ്ഥ നിലനിൽക്കുന്ന രാജ്യങ്ങളുണ്ട്. അത്തരം രാജ്യങ്ങളെയാണ്, സ്റ്റേറ്റുകളെയാണ് നമ്മൾ വെൽഫെയർ സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇതാണ്. എന്താണ്? ഇറ്റ്സ് എ സൊസൈറ്റി characterized by a system of democratic government sponsored welfare. Government sponsor ചെയ്യുന്ന വെൽഫെയർ സിസ്റ്റമാണ്. And which guarantees collective social care of its citizens concurrently with the maintenance of a capitalist system of protection. അപ്പോൾ നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, ഒരു സോഷ്യലിസ്റ്റ് രാജ്യം അവിടെ സ്റ്റേറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു എന്ന രീതിയിൽ, ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്ന രീതിയിലല്ല ഇവിടെ അതിനെ കാണുന്നു. ഒരു ക്യാപിറ്റലിസ്റ്റ് അടിത്തറയുള്ള ഒരു വെൽഫെയർ സ്റ്റേറ്റ്, ഒരു ക്യാപിറ്റലിസ്റ്റ് അടിത്തറയിൽ നിന്നാണ് ഇത്തരത്തിലൊരു വെൽഫെയർ സ്റ്റേറ്റ്, ശക്തമായ ഒരു വെൽഫെയർ സ്റ്റേറ്റ് രൂപം കൊള്ളുന്നത്. It is a system which guarantees to the citizens freedom from want and fear. ഓക്കെ, അപ്പോൾ പൗരന്മാരുടെ എല്ലാ ആവശ്യങ്ങളും, ഞാൻ നേരത്തെ പറഞ്ഞ അവരുടെ വിദ്യാഭ്യാസം, സൗജന്യ വിദ്യാഭ്യാസം, മറ്റ് ട്രീറ്റ്മെൻറ്റ്സ്, ആശുപത്രി ചെലവുകളും മറ്റ് ചികിത്സയ്ക്ക് വേണ്ട ചെലവുകളും ഒക്കെ സ്റ്റേറ്റ് തന്നെ എടുക്കുന്നു. അവരുടെ റിട്ടയർമെൻറ്റ് കാര്യങ്ങളെല്ലാം നോക്കുന്നത് സ്റ്റേറ്റ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വെൽഫെയർ സിസ്റ്റംസ് നിലനിൽക്കുന്ന രാജ്യങ്ങൾ ധാരാളമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞു. അതല്ലാതെയും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ പല തരത്തിലുള്ള വെൽഫെയർസ് ഉണ്ട്. ഇറ്റ് ലുക്സ് ആഫ്റ്റർ ഹിം എന്ന് പറയുന്ന സിറ്റിസൺ ആണ്. ഇറ്റ് ലുക്സ് ആഫ്റ്റർ ദ സിറ്റിസൺ ഫ്രോം ദ ക്രാഡിൽ ടു ഗ്രേവ്, മീറ്റിംഗ് all his vital and reasonable requirements in the matter of education, health, housing, employment, old age pensions, etc. അപ്പോൾ ഇങ്ങനെ പ്രധാനപ്പെട്ട ഒരു മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്, സിറ്റിസണിൻ്റെ അല്ലെങ്കിൽ പൗരൻ്റെ ക്ഷേമം ഉറപ്പുവരുത്തുന്ന ക്ഷേമരാജ്യം, അതാണ് നമ്മൾ ഈ പറഞ്ഞ വെൽഫെയർ സ്റ്റേറ്റ്. നമ്മുടെ നെക്സ്റ്റ് മൊഡ്യൂൾ
colonialism and its cultural ideology. കൊളോണിയലിസവും അതിൻ്റെ കൾച്ചറൽ ആയിട്ടുള്ള ഐഡിയോളജി. ഇപ്പോൾ കൊളോണിയലിസം എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന്, ഇന്ത്യക്കാരായ നമുക്ക് വളരെ പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ രാജ്യം ഒരു ബ്രിട്ടീഷ് കോളനി ആയിരുന്നു. അപ്പോൾ കൊളോണിയലിസം എന്താണ്, കൊളോണിയലിസം അതിൻ്റെ ശേഷിപ്പുകൾ എന്താണെന്നൊക്കെ നമുക്ക് വളരെ നന്നായിട്ട് അറിയാം. നമ്മൾ പലപ്പോഴും ഇവിടെ നമ്മൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന ഭാഷ വരെ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നിലനിൽക്കുന്നത്. നമ്മുടെ നിയമങ്ങളിലും നമ്മുടെ പല കസ്റ്റംസിലും ഒക്കെ ആ കൊളോണിയൽ കാലത്തിൻ്റെ ശേഷിപ്പുകളുണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ എന്താണ് കൊളോണിയലിസം എന്നും അതിൻ്റെ കൾച്ചറൽ ഐഡിയോളജീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത്. സോ നെക്സ്റ്റ് മൊഡ്യൂൾ സെക്കൻഡ്, കൊളോണിയലിസം ആൻഡ് ഇറ്റ്സ് cultural ideology. So കൊളോണിയലിസത്തിൻ്റെ ഒരു എസ്പെഷ്യലി നമ്മുടെ ബ്രിട്ടീഷ് ഇന്ത്യ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഐഡിയോളജി എന്ന് പറയുന്നത് ഇതാണ്: സിവിലൈസിങ് ദ പ്രിമിറ്റീവ്. പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാൽ പ്രാകൃതരായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ പ്രാകൃതരായിട്ടുള്ള ആളുകളെ സംസ്കാര സമ്പന്നരാക്കുക, അവരെ സംസ്കരിച്ചെടുക്കുക എന്നുള്ള ഒരു ഐഡിയോളജി ഈ കൊളോണൈസ് ചെയ്യുന്ന ആളുകൾക്കുണ്ടായിരുന്നു, ബ്രിട്ടീഷുകാർക്കുണ്ടായിരുന്നു. ഇന്ത്യയുടെ ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഒരു ആപ്തവാക്യം എന്ന് പറയുന്നത് സിവിലൈസിങ് ദ പ്രിമിറ്റീവ്. അപ്പോൾ പ്രിമിറ്റീവ് എന്ന് പറയുന്ന നമ്മൾ ഇന്ത്യക്കാരാണ്. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് കൊളോണിയൽ സബ്ജക്ട്സ് വർ ടു ബാക്ക്വേർഡ് ടു ഗവേൺ ദംസെൽവ്സ് ആൻഡ് ദാറ്റ് ദേ ഹാഡ് ടു ബി അപ്ലിഫ്റ്റഡ്. അപ്ലിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉയർത്തുക. അപ്പോൾ അവർ ഉയർത്തിക്കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരിക എവിടെ നിന്ന് ഉയർത്തിക്കൊണ്ടുവരണം? ഒരുപാട് പിന്നാക്കം നിൽക്കുന്ന ആളുകളാണ് എല്ലാ തരത്തിലും, സാമ്പത്തികമായും അതുപോലെ തന്നെ കൾച്ചറലി, സാംസ്കാരികമായും മറ്റെല്ലാ തരത്തിലുള്ള മനുഷ്യൻ്റെ വ്യത്യസ്ത രീതിയിലുള്ള എല്ലാ ഡെവലപ്മെൻറ്റ്സിൽ നിന്നും ഒരിക്കലും എത്താതെ പുറകിലേക്ക് ബ്രിട്ടീഷുകാരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അവർ നമ്മളെ കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് അങ്ങനെ തോന്നുന്നത് നമ്മൾ വളരെ പ്രിമിറ്റീവാണ്. അപ്പോൾ ഇങ്ങനെ പ്രിമിറ്റീവായ ആളുകളെ സിവിലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവരെ ഭരിക്കുന്നതും ഇവരെ കോളനിയാക്കി ഇവരെ ചൂഷണം ചെയ്യുന്നതും ശരിയാണ്, അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ഒരു ഐഡിയോളജിയാണ് ഈ സിവിലൈസിങ് ദ പ്രിമിറ്റീവ്. So the legitimacy of British colonial rule was constructed on two fundamental principles. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈ കൊളോണിയലിസം അല്ലെങ്കിൽ ഒരു ജനതയെ അവരുടെ സമ്മതമില്ലാതെ അടിച്ചമർത്തുകയാണ് ഈ കൊളോണിയലിസം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് ആ ചെയ്യുന്നതിലെ ശരിയില്ലായ്മ, അതിലെ തെറ്റ്, അതിനെ മറയ്ക്കാൻ വേണ്ടി, അതിനെ ന്യായീകരിക്കാൻ വേണ്ടി സൃഷ്ടിച്ചെടുക്കുന്ന ചില ഐഡിയോളജീസാണ്. അപ്പോൾ സോ വാട്ട് ഈസ് ദ മോട്ടീവ് ബിഹൈൻഡ് ദിസ്? ദ മോട്ടീവ് ഈസ് ടു ലെജിറ്റിമൈസ് ദെയർ ആക്ട് വിച്ച് they also think is not good, is not right. Okay, so they had this problem of doubting their own action of colonizing people, and so they are coming up with some cooked up ideology to legitimize their action. അതിനൊന്ന് രണ്ട് തരത്തിൽ ചെയ്തിട്ടുണ്ട്. First, the British tried to articulate their sovereignty in an Indian idiom, and the second, the British felt obliged to justify their rule in a European idiom. How? The most powerful tool of legitimating was the colonizers' claim to improve the country and to bring the fruits of progress and modernity to the subject. അപ്പോൾ ഇന്ത്യക്കാരുടെ ഭാഗത്ത് നിന്ന് അതൊരു ആവശ്യമായി തോന്നുക, അവരിവിടെ വരേണ്ടതും ഭാരതീയരെ സംസ്കാരമുള്ളവരാക്കി മാറ്റുക എന്നുള്ളതും അവരുടെ വലിയ ഒരു ഉദ്യമമായിട്ട് മാറുന്നു. വൈറ്റ് മാൻസ് ബർഡൻ എന്നാണ് അതിനെ വിളിച്ചിരുന്നത്. വെള്ളക്കാരൻ്റെ ഒരു വലിയ ഭാരമായിട്ടായിരുന്നു അവർ ഈ ഇന്ത്യക്കാരെ കണ്ടിരുന്നത്. അല്ലെങ്കിൽ ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിലാണ് ഞാൻ പറയുന്നത്. മറ്റ് കോളനികളിലെ ആളുകളെയൊക്കെ കണ്ടിരുന്നത് അങ്ങനെയാണ്. ദേ നീഡ് ടു അപ്ലിഫ്റ്റ് ദം. ഒരു വലിയ അഗാധമായ ഒരു അജ്ഞതയുടെ അല്ലെങ്കിൽ സംസ്കാരമില്ലായ്മയുടെ ഒരു വലിയ ഗർത്തത്തിൽ നിന്ന്
the Britishers are supposed to uplift the Indians or the people of their colonies. സോ അങ്ങനെയുള്ള ഒരു തോന്നൽ, ഒരു രണ്ട് വ്യത്യസ്ത പ്രിൻസിപ്പിൾസാണ് അവരുടെ കൊളോണിയലിസം, അവരുടെ കോളനിവൽക്കരണത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഉപയോഗിച്ചത്. Then in the course of the later 18th and 19th centuries, the liberation from Oriental oppression became the justification for British expansion on the subcontinent. പിന്നീട് മറ്റൊരു കാര്യം ഓറിയൻ്റൽ ഒപ്രഷനാണ്. ഓറിയൻ്റൽ ഡെസ്പോട്ടിസം എന്നുള്ളത് പലപ്പോഴും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. സോ വാട്ട് ഈസ് ഓറിയൻ്റൽ despotism? Oriental despotism means in countries like India or the Asian countries, there used to be a particular type of administration or rule where a despotic king is all in all and he dictates everything. He is very oppressive, and the people in such countries like India and some other Southeast Asian countries and South Asian countries, citizens of those countries had no say in anything. Okay, they were oppressed, they were oppressed subjects, they had no right, they had no democratic rights to own private property, to do whatever they like, or to express what they feel about their lives or the king. Nothing was there. അപ്പോൾ ഇത്തരം രാജ്യങ്ങളിൽ, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലൊക്കെ നിലനിൽക്കുന്ന ഒരു ഓറിയൻ്റൽ ഡെസ്പോട്ടിസം, ഒരു ഒപ്രഷനാണ്, അടിച്ചമർത്തലാണ് എന്ന് പറഞ്ഞു വെച്ച് അതിൽ നിന്ന് ഈ ജനങ്ങളെയൊക്കെ രക്ഷിക്കേണ്ടത് ബ്രിട്ടീഷുകാരുടെ ഉദ്യമമാണ്, അവരുടെ നിയോഗമാണ് എന്ന് വരുത്തി തീർക്കുന്ന ഒരു പുതിയ ജസ്റ്റിഫിക്കേഷൻ പിന്നീട് വരുന്നു. അപ്പോൾ ഈ ഓറിയൻ്റൽ ഓപ്പറേഷൻ ഇത്തരം രാജ്യങ്ങളിൽ, നമ്മൾ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ നിന്നാണല്ലോ നമ്മൾ ഈ യൂറോപ്പിനെയും മറ്റുമൊക്കെ വിളിക്കുന്നത്. സോ ദേ കോൾഡ് as ഓറിയൻ്റൽ. ഓക്കെ, ഈ ഓറിയൻ്റൽ രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള ഓപ്പറേഷൻസ് നടക്കുന്നു. സോ ദീസ് saviors has to come here and support us all. In addition to evangelicals, there existed a secular group of civilizing missionaries. സോ പിന്നീട് മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് ഇവാഞ്ചലിക്കൽസ് ആണ്. ക്രിസ്ത്യാനിറ്റിയിലൂടെ ഇന്ത്യക്കാരെയും മറ്റുള്ളവരെയൊക്കെ രക്ഷിക്കാം, അവരൊക്കെ അതിലേക്ക് കൺവേർട്ട് ചെയ്ത് അവരെ ക്രിസ്ത്യൻസാക്കി മാറ്റി അവരുടെ മറ്റ് ആചാരങ്ങളിൽ നിന്നൊക്കെ അവരെ രക്ഷിക്കണമെന്നുള്ള വിശ്വാസത്തോടെ വരുന്ന ആൾക്കാരുണ്ട്. ഫോർ എക്സാമ്പിൾ, ചാൾസ് ഗ്രാൻഡിനെ കുറിച്ച് നമുക്ക് കേട്ടിട്ടുണ്ടാവും. ഹി വാസ് എ മിഷണറി and he believed that only Christianity can save people from ignorance and in an uncivilized life. So Scottish Enlightenment and later on utilitarianism supplied the reformers with the instrument necessary to develop their ideology. Utilitarianism, അതുപോലെ തന്നെ Enlightenment thinkers, ഇവരൊക്കെ പലപ്പോഴായിട്ട് അതിനു മുൻപ് ഈ പറയുന്ന മിഷണറിമാർ, അതിനു മുൻപ് കൊളോണൈസേഴ്സ് ആയിട്ടുള്ള ബ്രിട്ടീഷ് ഓഫീസേഴ്സ്, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലുണ്ടായിരുന്ന ആൾക്കാർ, ഇങ്ങനെ പല ഘട്ടങ്ങളിൽ പലതരത്തിലുള്ള ജസ്റ്റിഫിക്കേഷൻസ് ആണ്, ഐഡിയോളജീസാണ്. നമ്മൾ കൊളോണിയലിസത്തിൻ്റെ ഐഡിയോളജിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വ്യത്യസ്ത ഐഡിയോളജീസ് ആണ്. ദ യൂസ്ഡ് ഡിഫറെൻറ്റ് ഐഡിയോളജീസ് ഇൻ ഡിഫറെൻറ്റ് ടൈംസ് ടു ലെജിറ്റിമൈസ് ദിയർ colonization. Okay. So the progress of history, the political utility of historiography. അപ്പോൾ ഇങ്ങനെയുള്ള ചരിത്രം എഴുതുന്ന രീതിയാണ് നമ്മൾ ഹിസ്റ്റോറിയോഗ്രഫി എന്ന് വിളിക്കുന്നത്, അല്ലേ? അപ്പോൾ ചരിത്രം അവർ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. നമ്മുടെ ചരിത്രമല്ല, ബ്രിട്ടീഷുകാർ നമ്മുടെ ഒരു ചരിത്രം ഉണ്ടാക്കുന്നു. അവർ നമ്മുടെ ചരിത്രം നമ്മളോട് പറയുന്നു, അവരുടെ രീതിയിൽ, അവർ കണ്ട രീതിയിൽ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ചരിത്രം പഠിക്കേണ്ടത് എന്നുള്ള കാര്യം അവരാണ് പറഞ്ഞു തരുന്നത്. സോ ഈ പ്രോഗ്രസ് ഓഫ് ഹിസ്റ്ററി, ഈ ഹിസ്റ്റോറിയോഗ്രഫി ചരിത്രത്തെ എങ്ങനെ രാഷ്ട്രീയപരമായിട്ട് ഉപയോഗപ്പെടുത്തിയെന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിന് ധാരാളം ആളുകൾ, ചരിത്രം എഴുതിയ ആളുകളും അല്ലാത്തവരൊക്കെ അതിനെ പരിശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കൂ, ചാൾസ് ഗ്രാൻഡ്, ഞാൻ നേരത്തെ പറഞ്ഞ ഇവാഞ്ചലിസ്റ്റ് ആണ് ചാൾസ് ഗ്രാൻഡ്. He opposed
the Orientalist attitudes of Warren Hastings and William Jones and opted for radical reforms because of the vile and exceedingly depraved state of Indian society, which could only be uplifted by a thorough transformation. അപ്പോൾ ഈ ഓറിയന്റലിസ്റ്റ് ഐഡിയോളജികൾ അല്ലെങ്കിൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലൊക്കെ കുറച്ചുകൂടി അവർക്ക് മുൻപ് കുറച്ച് ഡെവലപ്പായിട്ടുള്ള ആളുകളായിരുന്നു. അവർക്ക് അവരുടേതായിട്ടുള്ള സിസ്റ്റവും സിവിലൈസേഷനൊക്കെ ഉണ്ട് എന്നൊരു തിരിച്ചറിവ് ഏതാണ്ട് ഓറിയന്റലിസ്റ്റ് വിഭാഗത്തിൽപ്പെടുന്നവർക്കുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ വോറൻ ഹേസ്റ്റിങ്സ്, അതുപോലെ വില്യം ജോൺസ് പോലെയുള്ളത്. അപ്പോൾ അവർക്ക് അവരുടെ രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ രീതിയിൽ തന്നെ ഇവർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു. പക്ഷേ ചാൾസ് ഗ്രാൻഡ് എന്ന് പറയുന്ന ഇവാഞ്ചലിസ്റ്റ്, പുള്ളിയുടെ ഒരു ഐഡിയോളജി എന്ന് പറയുന്നത് ദാറ്റ്സ് എ ഡിഫറെൻറ്റ് ഐഡിയോളജി. ഈ കൊളോണിയൽ ഐഡിയോളജി തന്നെ പലതരത്തിലുണ്ട്. യൂട്ടിലിറ്റേറിയൻ എന്ന് പറയുന്നുണ്ട്, ഓറിയന്റലിസ്റ്റ് ഉണ്ട്, പിന്നെ ഈ പറയുന്ന മിഷണറീസിൻ്റെ ഐഡിയോളജി. മിഷണറീസ് ഐഡിയോളജി വാസ് ബേസ്ഡ് ഓൺ കൺവേർട്ടിംഗ് mass conversion of Indians into Christianity. So, according to Charles Grant, while an exceedingly depraved state of Indian society, Indian society അതിദാരുണമായ അവസ്ഥയിൽ നിന്ന് they can only get out of that situation through salvation or through Christianity. According to Grant, light had to be brought into darkness. Religious reform should be put in place, emphasizing the universal truth of Christianity, which would improve Hindu society or the Indian society. Okay. The idea of reform gained new momentum in Britain with the emergence of the utilitarians. മറ്റൊരു വിഭാഗമാണ് utilitarians. Jeremy Bentham was the protagonist of movement. But utilitarianism എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is another ideology. In simple terms, that means you do maximum good to maximum number of people. Okay, maximum good to maximum number of people. അപ്പോൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് എത്രത്തോളം അവർക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ, യു ഡു ഇറ്റ്. ഓക്കെ, ദാറ്റ് ഇസ് ദ ബേസ് ഓഫ് ദിസ് യൂട്ടിലിറ്റേറിയനിസം. അപ്പോൾ ജെർമി ബെന്തം വാസ് ദ ലീഡർ ഓഫ് ദിസ് ഐഡിയോളജി. സോ ദേ പ്രൊമോട്ടഡ് റാഡിക്കൽ റിഫോംസ് ഓഫ് സൊസൈറ്റി. അപ്പോൾ സൊസൈറ്റിയിൽ ഒരുപാട് ചേഞ്ചസ്, ഇന്ത്യൻ സൊസൈറ്റിയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണം. ഹി സജസ്റ്റഡ് administrative and legislative reforms based on simple principles to facilitate the greatest happiness for greatest number of people. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ ഒരുപാട് റിഫോംസ് കൊണ്ടുവരണം, ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണം. ലെജിസ്ലേറ്റീവായിട്ടുള്ളതും അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ളതും ഭരണതലത്തിലും അതുപോലെ തന്നെ നിയമനിർമ്മാണ മേഖലയിലുമൊക്കെ യു ഹാവ് ടു ബ്രിങ് ന്യൂ അഡ്മിനിസ്ട്രേറ്റീവ് setup or administrative systems along with new laws that could make these people, ഇവിടെ people എന്ന് പറയുന്നത് Indians ആണ്, if you take the context of Indians, these people get out of ignorance, get out of their old so-called bad customs. Okay, so the British administrators like Governor General William C. Bentinck, Charles Mackay, Thomas B. Macaulay, member of Macaulay was the member of the British Indian Law Commission in the 1830s, were outstanding representatives of the new British policy in India, determining utilitarian cum imperial attitudes. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഈ വില്യം പെൻറ്റിക്കും മെറ്റ്കഫെ അതുപോലെ തന്നെ മക്കാലെ പോലെയുള്ള ആളുകളൊക്കെ അവർ ഈ ഭരണതലത്തിലും അതുപോലെ നിയമങ്ങളിലൊക്കെ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചവരാണ്. അവരുടെയും ബേസ് തന്നെയായിരുന്നു ഈ പറയുന്ന ആളുകളെ എന്ത് ചെയ്യുക, അജ്ഞതയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട നമ്മൾ ഡിഫറെൻ്റ് ഐഡിയോളജീസാണ് പറയുന്നത്. കൊളോണിയലിസത്തെ ഇന്ത്യക്കാർക്ക് മേൽ അവരുടെ ഇഷ്ടമോ അനുവാദമോ ഇല്ലാതെ അടിച്ചേൽപ്പിക്കുന്ന ഒരു ഭരണം, അതോടൊപ്പം തന്നെ ഒരുപാട് ചൂഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനെ ലെജിറ്റിമൈസ് ചെയ്യണം, അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പല തന്ത്രങ്ങളാണ്. അപ്പോൾ യൂട്ടിലിറ്റേറിയനിസം, അതുപോലെ തന്നെ ഓറിയന്റലിസം, ഈ പറയുന്ന ഇവാഞ്ചലിക്കൽ മിഷണറീസ്, എൻലൈറ്റൻമെൻറ്റ് ഐഡിയോളജീസ്, ഇതൊക്കെ, അതുപോലെ തന്നെ ഈ വൈറ്റ് മാൻസ് ബർഡൻ, ഇതൊക്കെ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഐഡിയോളജീസാണ്. ആൻഡ് ദേ ഓൾ വെർ യൂസ് ടു ലെജിറ്റിമൈസ്
British rule over India. Okay, then issues of material progress, technology, public health and economic development. ഇനി മെറ്റീരിയൽ പ്രോഗ്രസ്സിനെ വെച്ച് നോക്കാം. നമ്മൾ നേരത്തെ മോറൽ പ്രോഗ്രസ്സിനെ കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ ഐഡിയോളജിക്കൽ പ്രോഗ്രസ്സിനെ കുറിച്ച് പറഞ്ഞു, കൾച്ചറൽ പ്രോഗ്രസ്സിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ഒരു മെറ്റീരിയൽ പ്രോഗ്രസ് ഉണ്ടാകണം. ആർക്കുണ്ടാകണം? ഇന്ത്യക്കാർക്കുണ്ടാകണം. അവരുടെ മെറ്റീരിയൽ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഭൗതിക സാഹചര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരണം. അതിനുവേണ്ടി in the light of 19th century technological innovations and Britain's Industrial Revolution, reformers in the British Indian administration connected the progress of society with the equipment technology provided. അപ്പോൾ 19ാം നൂറ്റാണ്ടിൽ കിട്ടാവുന്ന പല ടെക്നോളജീസും അവർ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നു. The British regarded the building of railways in India as a major contribution to the improvement of the country and to the civilization of its people. അങ്ങനെയാണ് റെയിൽവേ വരുന്നത്. അതിനോടനുബന്ധിച്ച് ധാരാളം മറ്റ് ടെലിഗ്രാഫ്, പിന്നീട് മറ്റ് പുതിയ പുതിയ ഇൻവെൻഷൻസ് എല്ലാം ഇന്ത്യയിൽ വരുന്നു, ഇലക്ട്രിസിറ്റി കൈൻഡ് ഓഫ് തിങ്സ്. Likewise, the transfer of Western technology to India, the spread of വെസ്റ്റേൺ മെഡിസിൻ, ഓക്കെ, നമ്മുടെ ഇംഗ്ലീഷ് മരുന്നുകൾ, ഇംഗ്ലീഷ് ചികിത്സാ രീതിയെല്ലാം വരുന്നു. അപ്പോൾ ഇതൊക്കെ മെറ്റീരിയൽ പ്രോസസ്സിനെ സഹായിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതാണ്. ആ രീതിയിൽ ഇന്ത്യക്കാർ എന്ത് ചെയ്യണം? ദേ വാണ്ട് ടു സിവിലൈസ്. മറ്റൊരു ഇൻ്റർവെൻഷനാണ് ലാൻഡ് റവന്യൂ റിഫോംസ്. The politics of material progress started with the wealth settlement of 1793. Okay, settlement means ഇവിടെ ലാൻഡ് റവന്യൂ സെറ്റിൽമെൻ്റ് ആണ്. 1793 പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് 10 വർഷത്തേക്ക് കർഷകരുമായി ഒരു കരാർ ഒപ്പിക്കുകയാണ്. അപ്പോൾ കരാർ അനുസരിച്ച് കർഷകർക്കും ബ്രിട്ടീഷുകാർക്കും ഇടയിൽ ഒരു ജമീന്ദാർ ഉണ്ടാവും. ആ ജമീന്ദാർ കർഷകരിൽ നിന്ന് നികുതി പിരിച്ച് ബ്രിട്ടീഷുകാർക്ക് കൊടുക്കണം. ഈ 10 വർഷത്തേക്ക് ഇത്ര നികുതിയാണ് വേണ്ടതെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടാവും, അത് പിരിച്ചു കൊടുക്കുക. അപ്പോൾ ജമീന്ദാർമാർ മുൻപ് അത്യാവശ്യം അധികാരമൊക്കെ കൈക്കലുള്ള ആളുകളായിരുന്നു. ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം, പ്രത്യേകിച്ച് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റിന് ശേഷം, അവർ വെറും റവന്യൂ കളക്ടേഴ്സായിട്ട് മാത്രം മാറുന്നു. സോ ഇറ്റ് ഫിക്സ് വൺസ് ആൻഡ് ഫോർ ഓൾ ദ റവന്യൂസ് ഫ്രം ദ ലാൻഡ് ആൻഡ് ക്രിയേറ്റഡ് എ class of revenue contractors with vaguely defined rights in the soil, crudely mirroring the British notion of private property. Okay, പിന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നൊരു നോഷൻ വരുന്നു. ജമീന്ദാർസ് എന്ന് പറയുന്നൊരു വിഭാഗത്തെ ഈ പറയുന്ന റവന്യൂ കളക്ടേഴ്സായിട്ട് മാറുന്നു. സോ അതും ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഇത്തരം ലാൻഡ് റവന്യൂ റിഫോംസിൻ്റെ ഭാഗമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ദെൻ മോറൽ പ്രോഗ്രസ് നോക്കാം. അപ്പോൾ ഇന്ത്യക്കാരുടെ സദാചാര ബോധം, അതിൽ കൊണ്ടുവരേണ്ട മാറ്റങ്ങൾ, ഫോർ എക്സാമ്പിൾ എഡ്യൂക്കേഷൻ, ക്യാരക്ടർ ബിൽഡിംഗ്, സോഷ്യൽ ഈവൽസ്. അപ്പോൾ സോഷ്യൽ ഈവൽസ് ആയിട്ട് അവിടെ സതി, അതുപോലെ തന്നെ ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡ്, ഇതൊക്കെ സോഷ്യൽ ഈവൽസ് ആണ്. അതൊക്കെ 1829 അബോളിഷൻ ഓഫ് സതി, 1870 ഫീമെയിൽ ഇൻഫാൻറ്റിസൈഡ് വാസ് പ്രൊഹിബിറ്റഡ് ഇൻ 1870. ഓക്കെ, അപ്പോൾ ആ ഒരു 19ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതൽ തന്നെ ഇങ്ങനെ പ്രധാനപ്പെട്ട ഒരുപാട് നേരത്തെ പറഞ്ഞ പോലെയുള്ള ലെജിസ്ലേറ്റീവ് റിഫോംസ് കൊണ്ടുവരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് 1835 ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആക്ട്, അല്ലെങ്കിൽ നമ്മൾ മക്കാലെ മിനിറ്റ്സ് എന്ന് വിളിക്കുന്നു. അതിനുശേഷം മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷായിട്ട് മാറുന്നു. അപ്പോൾ ഇംഗ്ലീഷ് അഭിരുചിയുള്ള, ഇംഗ്ലീഷ് കസ്റ്റംസിനോട് താല്പര്യമുള്ള, അവരുടെ ആചാരങ്ങളോടും സംസ്കാരത്തോടുമൊക്കെ ബഹുമാനവും താല്പര്യവും വിധേയത്വവുമുള്ള ഒരു ജനതയെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു 1835 ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആക്ട് കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പം അങ്ങനെ ഇന്ത്യക്കാരെ അവരുടെ സോക്കോൾഡ് ബാക്ക്വേർഡ്നെസ്സിൽ നിന്നും കൊണ്ടുവരാനുള്ള ചില അവരുടെ മൊറാലിറ്റിയെ കൊണ്ടുവരാൻ വേണ്ടി ഇടപെടുന്നു എന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. അതോടെ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ അവസാനിച്ചു. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മൊഡ്യൂൾ 3, imperialism and nationalism, and these two topics are also familiar with all of you, so let's get into it.
definition of imperialism. സാമ്രാജ്യത്വം, അതാണ് imperialism. സോ ധാരാളം ഡെഫിനിഷൻസ് ഉണ്ട്. ഇവിടെ തന്നെ വി ഹാവ് 3 different definitions, but basically they are same. That means the basic idea of imperialism is same, even though we have several definitions. So it's about understanding the basic concept relating to imperialism. So imperialism is the imposition by the force and violence of alien rule upon subject people, despite all moralizing and pretension to the contrary. അപ്പോൾ ഒരു ജനതയ്ക്ക് മുകളിൽ ഒരു വിദേശ രാജ്യം, വിദേശ ശക്തി അവരുടെ യാതൊരു അനുവാദവുമില്ലാതെ അല്ലെങ്കിൽ അവരുടെ ഇച്ഛയ്ക്ക് എതിരായി ഒരു അധികാരം കൊണ്ടുവരുന്നതിനാണ് നമ്മൾ ഇമ്പീരിയലിസം എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വം എന്ന് നമ്മൾ പറയുന്ന പോലെ. എക്സ്പാൻഷൻ ഓഫ് എ സ്റ്റേറ്റ്സ് പവർ ബിയോണ്ട് ഇറ്റ്സ് ബോർഡർ. ഓക്കെ, ഒരു രാജ്യം അതിൻ്റെ അതിർത്തികൾക്കപ്പുറത്തേക്ക് അതിൻ്റെ അധികാരത്തെ കൊണ്ടുവരുമ്പോഴാണ് അത് ഇമ്പീരിയലിസം ആകുന്നത്. എംപ്ലോയ്മെൻറ്റ് ഓഫ് ദ എൻജിൻസ് ഓഫ് ഗവൺമെൻറ് ഡിപ്ലോമസി ടു അക്വയർ ടെറിട്ടറീസ്, പ്രൊട്ടക്ടറേറ്റ്സ് ആൻഡ് ഓൾ spheres of influence occupied usually by other races or peoples, and to promote industrial trade, investment opportunities. അങ്ങനെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മറ്റൊരു ജനതയ്ക്ക് മുകളിൽ, താല്പര്യങ്ങൾ പലതാകാം, ചിലത് ഇൻഡസ്ട്രിയൽ ട്രേഡ് ആയിരിക്കാം, അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാനായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിനായിരിക്കാം. ഫോർ എക്സാമ്പിൾ ഇന്ത്യയിലെ റെയിൽവേസിൻ്റെ കാര്യം, റെയിൽവേ കൊണ്ടുവരുന്ന സമയത്ത് അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ബ്രിട്ടീഷുകാർക്ക്. നല്ല റിട്ടേൺ നൽകുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എന്ത് നടത്താം? ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മറ്റൊരു ജനതയ്ക്ക് മേൽ അധികാരം സ്ഥാപിക്കുന്നതിനെയാണ് നമ്മൾ ഇമ്പീരിയലിസം എന്ന് പറയുന്നത്. സോ മോട്ടീവ്സ് ഓഫ് ഇമ്പീരിയലിസം. എന്താണ് ഇമ്പീരിയലിസത്തിൻ്റെ മോട്ടീവ്? ഫസ്റ്റ് വൺ ഈസ് പ്രിഡേറ്ററി ഇൻസ്റ്റിക്റ്റ് ഓഫ് മാൻ. മനുഷ്യൻ്റെ പ്രിഡേറ്ററി, മറ്റൊരാളെ ആക്രമിക്കാനുള്ള, വേട്ടയാടാനുള്ള ഒരു ഇൻസ്റ്റിങ്ക്റ്റ് മനുഷ്യനുണ്ട്. സോ അതൊരു ഇൻഹറൻറ്റ് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. സോ ദാറ്റ് ഓൾസോ പ്ലേസ് എ കീ റോൾ in propagating imperialist ideologies. Another one is economic factor. നമ്മൾ നേരത്തെ പറഞ്ഞു, സമ്പത്ത് ഉണ്ടാക്കുന്നതിന്, മറ്റ് രാജ്യങ്ങളുടെ അവിടുത്തെ വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നതിന്, അത് മോഷ്ടിക്കുന്നതിന് അല്ലെങ്കിൽ ബലം പ്രയോഗിച്ച് കൈക്കലാക്കുന്നതിന് ഒക്കെ ഇമ്പീരിയലിസം ഉപയോഗിക്കുന്നു. സാമ്രാജ്യത്വം ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്നു. നാഷണൽ പ്രസ്റ്റീജ്, പലപ്പോഴും അതിര് കവിഞ്ഞ നാഷണലിസം, ദേശീയബോധം ഒക്കെ ഇമ്പീരിയലിസമായിട്ട് മാറാം. നെക്സ്റ്റ് ഈസ് റിലീജിയസ് ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ ഫാക്ടേഴ്സ്. മനുഷ്യ മതങ്ങൾ അല്ലെങ്കിൽ മതവും പോലെയുള്ള മറ്റ് ഐഡിയോളജീസ്, അത് ഇമ്പീരിയലിസത്തിലേക്ക് വഴിവെക്കാം. ഔട്ട്ലെറ്റ് ഫോർ സർപ്ലസ് പോപ്പുലേഷൻ. ഒരുപാട് പോപ്പുലേഷൻ ഉണ്ടാകുന്നു എന്ന് വിചാരിക്കും ഒരു സ്ഥലത്ത്. അപ്പോൾ അതിനെ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടി, പോപ്പുലേഷൻ കൂടുമ്പോൾ തീർച്ചയായിട്ടും റിസോഴ്സസിന് മുകളിലുള്ള പ്രഷർ കൂടും. വിഭവങ്ങൾക്ക് മുകളിലുള്ള പ്രഷർ കൂടുന്നതനുസരിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ, യു ക്യാൻ യൂസ്, അവിടെ കൊണ്ടുപോയി സെറ്റിൽ ചെയ്യാൻ ഇമ്പീരിയലിസം ഒരു ടൂളായിട്ട് ഉപയോഗിക്കാം. നാഷണൽ ഡിഫൻസിൻ്റെ ഭാഗമായിട്ടും ഇമ്പീരിയലിസം ഉണ്ടാകാം. സ്വന്തം ദേശം, ആ ദേശത്തെ സംരക്ഷിക്കുക, മറ്റ് രാജ്യങ്ങളിൽ നിന്നോ മറ്റ് ശക്തികളിൽ നിന്നോ ആ സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കുക. അതിനുവേണ്ടി ഒരു ഡിഫെൻസീവ് സിസ്റ്റമായിട്ട്, കടന്നാക്രമണത്തിൻ്റെ മറ്റൊരു രൂപമായിട്ടും ഇമ്പീരിയലിസം ഉപയോഗിക്കാവുന്നതാണ്. ഇമ്പീരിയലിസം രൂപപ്പെടുത്തിയെടുക്കാവുന്നതാണ്. ഇതൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ, ഇതൊക്കെ മോട്ടീവ്സ് ആണ്. ഇമ്പീരിയലിസ്റ്റ് ശക്തിയായി ഒരു രാജ്യം, അല്ലെങ്കിൽ ഒരു ജനത ഒരു സാമ്രാജ്യത്വ ശക്തിയായി മാറുന്നതിന് പുറകിലുള്ള ചില മോട്ടീവ്സ്, ചോദനകളാണിതൊക്കെ. Then we can have either military imperialism or economic imperialism.
ഇപ്പം മിലിറ്ററി ഇമ്പീരിയലിസം വളരെ ലളിതമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണിത്. മിലിറ്ററി ഇമ്പീരിയലിസം എന്ന് പറഞ്ഞാൽ യു ആർ യൂസിങ് മിലിറ്ററി ഫോഴ്സ് ടു സപ്രസ് എ നേഷൻ ഓർ എ കൺട്രി. ഇപ്പം നിങ്ങൾ സൈനിക ശക്തി ഉപയോഗിച്ച് ഒരു രാജ്യത്തെയോ ഒരു ജനതയെയോ കൺട്രോൾ ചെയ്യുന്നു. ഇപ്പോൾ സൈനിക ശക്തിയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണം. അത് ഉപയോഗിച്ച് ഒരു രാജ്യത്തെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുകയോ അല്ലെങ്കിൽ സൈനിക ശക്തി കൊണ്ട് മാത്രം രാജ്യത്തെയോ രാജ്യങ്ങളെയോ ജനതകളെയോ ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ മിലിറ്ററി ഇമ്പീരിയലിസം എന്ന് വിളിക്കുന്നത്. ഇക്കോണമിക് ഇമ്പീരിയലിസം എന്ന് പറയുന്നത് സാമ്പത്തിക അധീശത്വമാണ്. ഇപ്പോൾ സാമ്പത്തിക അധീശത്വം പലപ്പോഴും സാമ്പത്തികമായി ഒരുപാട് മുന്നോട്ട് നിൽക്കുന്ന രാജ്യങ്ങൾ, അത്തരം രാജ്യങ്ങൾ സാമ്പത്തികമായി അല്ലെങ്കിൽ വികസനത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളുടെ മേൽ ഒരു അദൃശ്യമായ അല്ലെങ്കിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഒരു മിലിറ്ററി ഇൻ്റർവെൻഷനോ അല്ലെങ്കിൽ സൈനിക ശക്തി ഉപയോഗിച്ചിട്ടുള്ള അടിച്ചമർത്തലോ ഒന്നും ഇല്ലാതെ തന്നെ ധാരാളം സാമ്പത്തിക ഉപരോധങ്ങളും മറ്റുമൊക്കെ കൊണ്ടുവന്ന് മറ്റ് രാജ്യങ്ങളെ, ശക്തി കുറഞ്ഞ രാജ്യങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ അവയ്ക്ക് മേൽ അധീശത്വം സ്ഥാപിക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള ഇമ്പീരിയലിസത്തെയാണ് നമ്മൾ എക്കോണമിക് ഇമ്പീരിയലിസം എന്ന് വിളിക്കുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള മെത്തേഡ്സ് ഉണ്ടെന്ന് പറയുന്നു. ഒന്ന് മിലിറ്ററി ഇമ്പീരിയലിസം, മറ്റൊന്ന് എക്കോണമിക് ഇമ്പീരിയലിസം. ഇത് രണ്ടും ഒരുമിച്ച് വരാവുന്നതാണ്. ഇത് വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ടും ഉണ്ടാകാവുന്നതാണ്. സോ വാട്ട് ഈസ് നാഷണലിസം? എന്താണ് ദേശീയത? A nation can be defined either through the objective characteristics common to its individual members or through the sentiments of those members or through a combination of both. അപ്പോൾ ദേശീയത എന്ന് പറയുന്നത് is an objective or it's a character common to its individual members. ഒരു ദേശത്തെ എല്ലാ ജനങ്ങളും അവർക്ക് കോമണായി, അവർക്ക് പൊതുവായി ഉള്ള ഒരു പ്രത്യേകതയായി സ്വയം അംഗീകരിക്കുന്ന എന്തെങ്കിലും ഉണ്ട് എന്ന് വിചാരിക്കുക. അത് ഭാഷയായിരിക്കാം, അവരുടെ മതമായിരിക്കാം, അവരുടെ വംശമായിരിക്കാം, ചരിത്രമായിരിക്കാം. ഇതൊക്കെ പൊതുവായി തങ്ങളെ ഡിഫൈൻ ചെയ്യുന്ന, തങ്ങളെ വാർത്തെടുക്കുന്ന, പരസ്പരം ചേർത്ത് നിൽക്കുന്ന ഒന്നാണെന്ന് ഒരു ജനതയ്ക്ക്, ഒരു വിഭാഗത്തിന് സ്വയം ബോധ്യപ്പെടുകയും ആ ബോധ്യത്തിൽ നിന്ന് അവർക്കൊരു കൂട്ടായ്മ ഉണ്ടാകുകയും ചെയ്യുന്നു. ആ കൂട്ടായ്മ, ആ പരസ്പരം ആ ചേർന്ന് നിൽക്കുന്ന അവസ്ഥയാണ് നമ്മൾ ദേശീയത എന്ന് പറയുന്നത്. ഇൻ മോസ്റ്റ് നേഷൻസ് ദ പ്രോമിനൻറ്റ് കോമൺ ഫീച്ചേഴ്സ് ആർ, സാധാരണ നമ്മൾ കാണുന്ന ഈ നേഷൻ്റെ അല്ലെങ്കിൽ ദേശീയതയുടെ പ്രധാന രൂപങ്ങൾ എന്തൊക്കെയാണ്? ദ ഐഡിയ ഓഫ് കോമൺ ഗവൺമെൻറ്, ഒരു കോമൺ ഗവൺമെൻറ് ആയിരിക്കാം. ഒരു ടെറിട്ടറി, ഒരു ഭൂപ്രദേശം. കോമൺ ഡിസ്റ്റിങ്വിഷിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് എസ്പെഷ്യലി എ ലാംഗ്വേജ്, ഒരു ഭാഷയായിരിക്കാം. സർട്ടൻ ഇൻട്രസ്റ്റ് കോമൺ ടു ഓൾ മെമ്പേഴ്സ്, എ സർട്ടൻ ഡിഗ്രി ഓഫ് കമ്മ്യൂണൽ നാഷണൽ ഫീലിംഗ് ഓർ വിൽ. അപ്പോൾ ഒരു പലതരത്തിലുള്ള ഉയർന്നു താഴ്ന്നു ഇരിക്കുന്ന ഒരു പ്രത്യേക കൂട്ടായ്മയുടെ ഒരു തോന്നൽ, അതിന് ധാരാളം വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ടാകാം. ഭാഷയും അതുപോലെ തന്നെ ഗവൺമെൻറ്, ഒരു പ്രത്യേക ഭൂപ്രദേശത്ത് താമസിക്കുന്നവർക്ക് ഒരു പ്രത്യേക ദേശീയത രൂപപ്പെട്ടു വരാം. അപ്പം ഇങ്ങനെ ഈ ഒരു കോമൺ ഫാക്ടർ, അതാണ് ദേശീയതയെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. സോ വാട്ട് ആർ ദ എലമെൻറ്റ്സ് ഓഫ് നാഷണലിസം? ഈ നാഷണലിസത്തിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? വൺ ഈസ് റേഷ്യൽ യൂണിറ്റി, വംശപരമായിട്ടുള്ള ഐക്യം, ഒരു വംശത്തിൽപ്പെടുന്ന ആളുകൾ. ദേ മേ ഡെവലപ്പ് നാഷണാലിറ്റി. ലിംഗ്വിസ്റ്റിക് യൂണിറ്റി, ഭാഷയുടെ അടിസ്ഥാനത്തിൽ, അതാണ് ലിംഗ്വിസ്റ്റിക്. കോമൺ റിലീജിയൻ, ഒരു മതം, ആ മതത്തിൽപ്പെട്ടവർക്ക് ഒരു ദേശീയ ബോധം ഉണ്ടാകുന്നു. ജോഗ്രഫിക് യൂണിറ്റി, ഒരു പ്രത്യേക ഭൂപ്രദേശത്ത് താമസിക്കുന്നവർ. കോമൺ പൊളിറ്റിക്കൽ ആസ്പിറേഷൻ, ഒരു പ്രത്യേക രാഷ്ട്രീയ താല്പര്യമുള്ള ആളുകൾക്ക് ഒരു നാഷണൽ ഫീലിംഗ് ഉണ്ടാകാം. ഹിസ്റ്ററി ആൻഡ് ട്രഡീഷൻ, ഒരേ ചരിത്രവും ഒരേ സംസ്കാരവും പിന്തുടരുന്ന ജനത, ആ ജനതയ്ക്കും ഇതുപോലെ ഒരു നാഷണലിസം ഉണ്ടാകാം, നാഷണൽ ഫീലിംഗ് ഉണ്ടാകാം. Then types of nationalism. First one is the liberal nationalism. വ്യത്യസ്ത നാഷണലിസത്തിൽ
ഒന്ന് ലിബറൽ നാഷണലിസമാണ്. So liberal nationalism is a kind of nationalism identified by political philosophers who believe in a non-xenophobic form of nationalism compatible with liberal values of freedom, tolerance, equality and individual rights. അപ്പോൾ വളരെ മൃദുവായ ലിബറൽ ആയിട്ടുള്ള ഒരു ദേശീയ ബോധം, അതാണ് ലിബറൽ നാഷണലിസം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇറ്റ് ഈസ് നോൺ ക്സെനോഫോബിക്. മറ്റ് വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യക്കാർക്ക് മറ്റ് ആഫ്രിക്കക്കാർ, അല്ലെങ്കിൽ ചൈനക്കാർ, അല്ലെങ്കിൽ വെള്ളക്കാർ, യൂറോപ്യൻസ്, ഇവരോടൊക്കെ തോന്നുന്ന വംശീയമായിട്ടുള്ള ഒരു സ്പർദ്ധ, മറ്റൊരു വംശത്തിൽപ്പെടുന്നവരാണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ഒരു സ്പർദ്ധ. അത്തരം സ്പർദ്ധകളൊന്നുമില്ലാതെ അവരെയൊക്കെ ഉൾക്കൊള്ളാനും, അവർ മറ്റ് വംശത്തിൽപ്പെടുന്നവരും രാജ്യത്തിലുള്ളവരാണെങ്കിലും അവരെയൊക്കെ ഉൾക്കൊള്ളാനുമുള്ള ഒരു വിശാല മനസ്കതയുടെ അടിസ്ഥാനത്തിലുള്ള നാഷണലിസത്തെയാണ് നമ്മൾ ലിബറൽ നാഷണലിസം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഭാഗമാണ് ഫ്രീഡം, ടോളറൻസ്, സഹിഷ്ണുത, ഇക്വാലിറ്റി, സമത്വം, ഇൻഡിവിജ്വൽ റൈറ്റ്സ്, ഓരോ വ്യക്തിയുടെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അവകാശങ്ങൾ, ഇതൊക്കെ അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു നാഷണലിസമാണ് ലിബറൽ നാഷണലിസം. അഗ്രസീവ് നാഷണലിസം, ആ വാക്കിൽ തന്നെ ഉണ്ട്, അഗ്രസീവാണ്, കുറച്ച് അക്രമാസക്തമായിട്ടുള്ള നാഷണലിസം. The term aggressive nationalism stands for a feeling of superiority above one's own country in comparison to other countries. മറ്റു രാജ്യങ്ങളുമായിട്ട് നമ്മുടെ രാജ്യത്തെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ രാജ്യം കുറച്ചുകൂടി സുപ്പീരിയർ ആണ്, മറ്റുള്ളവരെക്കാൾ ഉയർന്നവരാണ് തങ്ങൾ എന്നൊരു തോന്നലിൽ നിന്നാണ് ഈ അഗ്രസീവ് നാഷണലിസം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ആ തോന്നലാണ് അഗ്രസീവ് നാഷണലിസമായിട്ട് മാറുന്നത്. It also means loving one's own country and hating other countries. സ്വന്തം രാജ്യത്തെ ഇഷ്ടപ്പെടുക, മറ്റു രാജ്യങ്ങളെ വെറുത്തുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നത്. Before First World War, many powerful European countries became imperialist to express nationalism. Germany, Russia, Austria tried to capture additional territories to increase the glory of their nation. So that is aggressive nationalism. Next we have conservative nationalism. Conservative എന്ന് പറഞ്ഞാൽ ലിബറലിൻ്റെ ഓപ്പോസിറ്റ് ആണ്, കുറച്ചുകൂടി സങ്കുചിതമായ യാഥാസ്ഥിതികമായിട്ടുള്ള നാഷണലിസം, that is conservative nationalism. Conservative nationalism is characterized by its appeal to tradition and history. It is backward looking as it stands for the preservation of traditional institutions and traditional way of life. പഴമ അല്ലെങ്കിൽ യാഥാസ്ഥിതികമായിട്ടുള്ള മൂല്യങ്ങൾ അതിനെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് പുതുതായിട്ട് വരുന്ന ആശയങ്ങളൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ആ പഴമയിലൂടെ തന്നെ മുന്നോട്ട് പോകണമെന്ന് വാശി പിടിക്കുന്ന രീതിയിലുള്ള ദേശീയതയാണ് നമ്മൾ കൺസർവേറ്റീവ് നാഷണലിസം എന്ന് വിളിക്കുന്നത്. ഇൻ ഇറ്റ്സ് എംഫസിസ് ഓൺ മെയിൻ്റനൻസ് ഓഫ് കൾച്ചറൽ പ്യൂരിറ്റി ആൻഡ് ട്രഡീഷൻ, കൺസർവേറ്റീവ് നാഷണലിസം ടെൻസ് ടു പ്രൊമോട്ട് ഇൻടോളറൻസ്. അസഹിഷ്ണുത ഇതിൻ്റെ ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ തങ്ങൾ അനുവർത്തിച്ചു വരുന്ന കാര്യങ്ങളാണ് ശരി, അതിൽ നിന്നൊരു മാറ്റവും ഉണ്ടാകില്ല, പുതുതായി വരുന്നതിനോടൊക്കെയുള്ള ഒരു വെറുപ്പും അതിനോടുള്ളൊരു അസഹിഷ്ണുതയും ഉണ്ടാകുന്നു. സോ ഇൻടോളറൻസ് is a main element, is one of the elements or the most important element of conservative nationalism. It tends to portray foreigners as aliens, untrustworthy and even a threat, and in process promotes racialist fears. വിദേശത്തുള്ള ആളുകളോട് ഭയങ്കരമായിട്ടുള്ള ഒരു വെറുപ്പും സ്പർദ്ധയും വംശീയപരമായിട്ടുള്ള ആക്ഷേപത്തിനടിസ്ഥാനത്തിലുള്ള ചില പെരുമാറ്റമൊക്കെ ഈ കൺസർവേറ്റീവ് നാഷണലിസത്തിൻ്റെ ഭാഗമാണ്. Then we have this anti-colonial nationalism. The revolt of peoples of Asia and Africa against their colonial masters is usually called anti-colonial nationalism. അപ്പം നമുക്ക് ബ്രിട്ടീഷുകാരോടുള്ള വെറുപ്പ്, ആ വെറുപ്പ് കൊണ്ട് നമുക്കുണ്ടാകുന്ന ദേശീയബോധം, നമ്മൾ ഇന്ത്യക്കാരാണ്, നമ്മൾ ഒറ്റക്കെട്ടാണ്, നമ്മളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന സമയത്ത് we feel a kind of togetherness, and that is the basis of a nationalism which becomes the anti-colonial nationalism. As a form of nationalism, anti-colonialism has often combined themes of independence from colonial or imperialist rule with the aspiration for social transformation. അപ്പോൾ പലപ്പോഴും ഈ പല സ്വാതന്ത്ര്യ സമരങ്ങളുടെയും അടിസ്ഥാനം ഇതാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും ഇതുപോലെ പലപ്പോഴും ബ്രിട്ടീഷുകാരോടുള്ള വെറുപ്പും ദേഷ്യവും പകയും ഒക്കെ നിറഞ്ഞതായിരുന്നു.
In some countries, nationalism has been fused with Marxism, and national liberation has been regarded not simply as a political goal but as part of social revolution. So that is anti-colonial nationalism. We have sub-state nationalism. Sub-state nationalism is the result of uneven distribution of resources resulting in uneven development which creates profound regional imbalances. പലപ്പോഴും ഒരു രാജ്യത്തിലെ ഒരു പ്രത്യേക പ്രദേശത്ത് ഉണ്ടാകുന്ന ഒരു നാഷണലിസമാണ് ഈ പ്രാദേശിക ദേശീയബോധം. ഒരു രാജ്യത്ത് തന്നെ അതിൻ്റെ ഒരു പ്രത്യേക ഭാഗത്തുള്ള ആളുകൾക്ക് തങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാണ്, അതുകൊണ്ട് തങ്ങൾ വേറൊരു വിഭാഗമാണ് എന്ന് തോന്നുന്നതാണ് ഈ സബ്സ്റ്റേറ്റ് നാഷണലിസം. സ്റ്റേറ്റിൽ തന്നെ ഒരു സബ്സ്റ്റേറ്റ് ആയിട്ടുള്ള നാഷണലിസം. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം പലപ്പോഴും അൺഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ് ഓർ ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ ഡെവലപ്മെൻറ്റ്, വികസനം പലയിടത്തും എത്താതെ വരിക, ചില പ്രദേശങ്ങൾ മനഃപൂർവ്വമോ അല്ലാതെയോ ഈ വികസനത്തിൻ്റെ പാതയിൽ എത്താതിരിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു റിയാക്ഷൻ, അവർക്കുണ്ടാകുന്ന ഒരു വലിയ അനിഷ്ടം, അത് പിന്നീട് അത് വളർന്ന് ഒരു സബ്സ്റ്റേറ്റ് നാഷണലിസമായിട്ട് മാറാം. In order to catch up economically and socially with more advanced areas, the less developed areas embrace nationalist politics to secure more equitable distribution of wealth. അപ്പോൾ ഇവർ മറ്റ് പ്രദേശങ്ങൾ സാമ്പത്തികമായി മുന്നിട്ട് നിൽക്കുന്ന പ്രദേശങ്ങൾക്കൊപ്പം എത്താൻ വേണ്ടി ഇവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നു. ആ സ്ട്രഗിൾ പലപ്പോഴും ഒരു ഒത്തൊരുമയുടെ ഒരു പുതിയ ഭാവം സൃഷ്ടിക്കും. അത് ഒരു സബ്സ്റ്റേറ്റ് നാഷണലിസമായിട്ട് മാറും. The goal of substate nationalism is to redress the imbalance of uneven development by preventing the internal colonialism and reversing the drift of economic resources and power from periphery to the center. Okay, അപ്പോൾ ഈ പലപ്പോഴും ഇത്തരത്തിലുള്ള സബ്സ്റ്റേറ്റ് നാഷണലിസത്തിൻ്റെ മോട്ടീവ് എന്ന് പറയുന്നത് കൂടുതൽ എക്കോണമിക് ഇൻ്റർവെൻഷൻസ് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് നേടിയെടുക്കുക, അല്ലെങ്കിൽ മറ്റ് വികസിത മേഖലകൾക്ക് ഒപ്പം എത്താനുള്ള മാർഗങ്ങൾ കണ്ടെത്തുക. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു ശക്തമായ ഒരു മുന്നേറ്റമായിട്ട് പലപ്പോഴും നമ്മുടെ സബ്സ്റ്റേറ്റ് നാഷണലിസം പ്രവർത്തിക്കാറുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ഫാസിസം. ഇപ്പോൾ ഫാസിസം നമ്മൾ ധാരാളം കേൾക്കുന്നൊരു വാക്കാണ്. ഇറ്റ് ഈസ് ഐഡൻറ്റിഫൈഡ് വിത്ത് എ whole range of forces which crush any genuine human creativity of word or deed: totalitarianism, brainwashing, state terror, social engineering, fanaticism, orchestrated violence, blind obedience. ഇതൊക്കെ ഫാസിസത്തിനുള്ള ഉദാഹരണങ്ങളാണ്. ഓക്കെ, സോ ഈ ഫാസിസം എന്ന് പറയുന്നത് whole range of forces which crush any genuine human creativity of word or deed. ഒരു മനുഷ്യൻ്റെ ജെന്യൂൻ ആയിട്ടുള്ള വാക്കിനെയോ പ്രവൃത്തിനെയോ തകർക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാത്തരം ശക്തികളെയും നമുക്ക് ഫാസിസം എന്ന് വിളിക്കാം. അപ്പോൾ അതിന് ഉദാഹരണങ്ങളാണ് ഇപ്പോൾ താഴെ പറയുന്ന ടോട്ടലിറ്റേറിയനിസം, ബ്രെയിൻ വാഷിംഗ്, സ്റ്റേറ്റ് ടെറർ, സോഷ്യൽ എഞ്ചിനീയറിംഗ്, ഫാനാറ്റിസിസം, ഓർക്കസ്ട്രേറ്റഡ് വയലൻസ്, ബ്ലൈൻഡ് ഒപ്പീനിയൻസ്, ഇതൊക്കെ ഈ ഫാസിസമാണ്. സോ ഫാസിസം ഈസ് ആൻറ്റി ലിബറൽ. ഒരു ലിബറൽ വ്യവസ്ഥയ്ക്ക് എതിരാണ് ഫാസിസം. Fascism is anti-conservative. Okay, conservative systemത്തിനെതിരാണ് ഫാസിസം. Fascism tends to operate as a charismatic form of politics. Okay, ഫാസിസം വളരെ കരിസ്മാറ്റിക് ആണ്, വളരെയധികം ആളുകൾക്ക് താല്പര്യം തോന്നിക്കും എങ്കിൽ കൂടി it's not like that. At the end it becomes much more difficult to live in a fascist society. In the beginning some people may get attracted to it because it is so charismatic. Fascist internationalism and fascist eclecticism. ഓക്കെ, അപ്പോൾ ഈ ഇൻ്റർനാഷണലിസം അതുപോലെ തന്നെ എക്ലക്റ്റിസിസം പോലെയുള്ള ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള രീതിയിലേക്ക് ഒരു റീച്ച് ഫാസിസത്തിന് ഉണ്ടാകും. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് ഈ നാസി ജർമ്മനി, അതുപോലെ തന്നെ സെക്കൻഡ് വേൾഡ് വാർ സമയത്തുമൊക്കെ ഹിറ്റ്ലറുടെ കീഴിലൊക്കെ നമ്മൾ കണ്ടിരുന്ന ഒരു ഇൻ്റർനാഷണൽ തലത്തിലേക്ക് ഫാസിസം ഉയർന്നു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഇറ്റ്സ് അത് വളരെ പ്രോമിസിങ് ആയിട്ടുള്ളതാണ്. ചെറിയ രീതിയിൽ തുടങ്ങി അതിശക്തമായിട്ടുള്ള റീച്ച് അതിന്
ഉണ്ടാകും. ദാറ്റ്സ് ഫാസിസം. ഫാസിസം ഈസ് ആൻറ്റി റാഷണൽ, ഇല്ലോജിക്കൽ ആയിട്ടുള്ളതാണ്. ഇറ്റ്സ് നോട്ട് റാഷണൽ, സോ ഇറ്റ്സ് ആൻറ്റി റാഷണൽ. ഫാസിസ്റ്റ് സോഷ്യലിസം, ഫാസിസംസ് ലിങ്ക് ടു ടോട്ടലിറ്റേറിയനിസം ആൻഡ് സോഷ്യലിസം. സോ കൈൻഡ് ഓഫ് ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥ, ഒരു കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥ, അത് കുറേയൊക്കെ ടോട്ടലിറ്റേറിയൻ ആണ്. അപ്പോൾ ആ ടോട്ടലിറ്റേറിയൻ സിസ്റ്റത്തിൽ നിന്ന് പതുക്കെ പതുക്കെ ഫാസിസത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇൻഹറൻ്റ്ലി ഒരു ടോട്ടലിറ്റേറിയൻ ഐഡിയോളജീസ് കടന്നു വരാൻ സാധ്യതയുണ്ട് കമ്മ്യൂണിസത്തിനകത്ത്, അതുപോലെ തന്നെ സോഷ്യലിസത്തിനകത്തും. ആ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വലിയ ശക്തമായ നിയമങ്ങൾ കൊണ്ടുവന്ന് ഒരു പ്രത്യേക സ്റ്റേറ്റിനെ കൂടുതൽ ഒരു ടോട്ടലിറ്റേറിയൻ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനും അത് പിന്നീട് ഫാസിസമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഇറ്റ് ഹാസ് എ ലിങ്ക് ടു ടോട്ടലിറ്റേറിയനിസം. The heterogeneity of fascism's social support, fascist racism. Okay, fascism is also based on racism. At some point, it's based on racism. It's against some races. It supports some races. For example, in Germany, this entire Nazism was against the Jews. Okay, then ഇത്രയാണ് നമുക്ക് ഫാസിസത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യാറുള്ളത്. So that's the end of module 3, and now let's get into module 4. The title of module 4 is Critique of Colonialism and Imperialism. Critique of Colonialism and Imperialism. So we know what is colonialism. We learned about colonialism and imperialism. Imperialism സാമ്രാജ്യത്വം എന്താണെന്ന് നമുക്കറിയാം. ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒന്നിലധികം രാജ്യങ്ങളുടെ മുകളിൽ മറ്റൊരു ശക്തി അധീശത്വം ഉറപ്പിക്കുന്നതാണ് ഇമ്പീരിയലിസം. അത് എക്കോണമിക് ആയിരിക്കാം, അത് മിലിറ്ററി ആയിരിക്കാം. ഓക്കെ, ദെൻ കൊളോണിയലിസം നമുക്കറിയാം, കോളനിവൽക്കരണം. ഒരു ഫോർ എക്സാമ്പിൾ ബ്രിട്ടീഷ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു കൊളോണിയൽ സെറ്റപ്പാണ്. സോ ഈ ഇമ്പീരിയലിസത്തിൻ്റെയും കൊളോണിയലിസത്തിൻ്റെയും ഭാഗമായി പലപ്പോഴും ഈ കോളനികളിലുണ്ടായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു ക്രിട്ടിക്, അതിൻ്റെ ഒരു വിമർശനം, അതിനെ തലനാരിഴ കീഴി പരിശോധിച്ച് പല ആളുകളും ഒരുപാട് പുതിയ കണ്ടുപിടുത്തങ്ങൾ, പുതിയ റിവലേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ we are going to discuss some of the prominent critiques made by some great leaders of our country regarding colonialism and imperialism. So the first one is Dadabhai Naoroji, 1825 to 1970. He was born in 1825 and died in 1917. So എന്താണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന? നമുക്കറിയാവുന്നതാണ്. The major economic ideas of Naoroji are contained in his book Poverty and Un-British Rule in India, which was first published in 1901 and was revised in 1911. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന അദ്ദേഹം എഴുതിയ പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഹി കോൺട്രിബ്യൂട്ടഡ് ടു ദ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ ഡ്രെയിൻ തിയറി, നാഷണൽ ഇൻകം അനാലിസിസ്, പോവർട്ടി ആൻഡ് പബ്ലിക് ഫിനാൻസ് ആൻഡ് പബ്ലിക് എക്സ്പെൻഡിച്ചർ സിസ്റ്റം ഇൻ ഇന്ത്യ. അപ്പോൾ ആദ്യമായിട്ട് ഒരു എക്കോണമിക് ഔട്ട്ലുക്ക്, ഒരു കൊളോണിയൽ അവസ്ഥയിൽ ഏതൊക്കെ രീതിയിൽ ഇന്ത്യയെ ചൂഷണം ചെയ്യുന്നു എന്നുള്ള കാര്യം ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്തു വരുന്നത് ഈ പുസ്തകത്തിലൂടെയാണ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടേം അസോസിയേറ്റഡ് വിത്ത് ദിസ് ബുക്ക് ഈസ് ദ ഡ്രെയിൻ തിയറി. Dadabhai Naoroji was the first Indian economist to have discussed the draining away of Indian resources from India to England. ഇന്ത്യയിൽ നിന്ന് ധാരാളം സ്വത്ത്, വെൽത്ത് ബ്രിട്ടനിലേക്ക്, ഇംഗ്ലണ്ടിലേക്ക് ചോർന്നു പോകുന്നു എന്ന് ആദ്യം പറഞ്ഞ ആൾ, മനസ്സിലാക്കിയ ആൾ, കണക്കുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി പുറത്തു കൊണ്ടുവന്ന ആളാണ് ദാദാഭായ് നവറോജി. ആ തിയറിയാണ് നമ്മൾ ഡ്രെയിൻ തിയറി എന്ന് വിളിക്കുന്നത്. വളരെ ഫെമിലർ ആയിട്ടുള്ളൊരു വേർഡാണിത്. The transfer of resources from India to England, which started in the middle of the 18th century, is regarded as the drain of Indian resources. Okay. So he analyzed the drain theory in 1871 in his book very elaborately.
The drain took the form of unrecorded export of goods from India. അപ്പോൾ എങ്ങനെയാണ് ഈ ഡ്രെയിൻ സംഭവിക്കുന്നത്, ഈ ചോർച്ച, ഈ സ്വത്തിൻ്റെ ചോർച്ച സംഭവിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ അതിൻ്റെ ചില പ്രധാനപ്പെട്ട പോയിന്റ്സ് ഉണ്ട്. സോ റെമിറ്റൻസ് ഓഫ് സേവിങ്സ് ഫ്രോം ഇന്ത്യ ടു ഇംഗ്ലണ്ട് ബൈ ദ എംപ്ലോയീസ് ഓഫ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന യൂറോപ്യൻസിൻ്റെ ശമ്പളം ഇംഗ്ലണ്ടിലേക്ക് അയക്കുന്നു. അപ്പോൾ ആ പണം അങ്ങോട്ടാണ് പോകുന്നത്. റെമിറ്റൻസസ് ടു ഇംഗ്ലണ്ട് ബൈ യൂറോപ്യൻ എംപ്ലോയീസ് ഫോർ ദ സപ്പോർട്ട് ഓഫ് ദെയർ ഫാമിലീസ്. അതുപോലെ തന്നെ ഇവിടെ ജോലി ചെയ്യുന്ന യൂറോപ്യൻസ് ആയിട്ടുള്ള ആളുകൾ അവരുടെ ഫാമിലിക്ക് അയച്ചു കൊടുക്കുന്ന റെമിറ്റൻസ്. റെമിറ്റൻസ് ഫോർ പർച്ചേസ് ഓഫ് ബ്രിട്ടീഷ് ഗുഡ്സ് വാങ്ങാൻ വേണ്ടി ബ്രിട്ടനിലേക്ക് അയക്കുന്ന റെമിറ്റൻസ്. ഗവൺമെൻറ് പർച്ചേസസ് ഓഫ് സ്റ്റോഴ്സ് മാനുഫാക്ചർ ഇൻ ബ്രിട്ടൻ. ഇന്ത്യൻ ഗവൺമെൻറ് ബ്രിട്ടനിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങൾ, ഗവൺമെൻറ് വാങ്ങിക്കുന്ന പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ. അപ്പോൾ ഈ പണം ഇന്ത്യൻ ഗവൺമെൻറ് ബ്രിട്ടനിലേക്കാണ് പണം ഒഴുക്കുന്നത്. ഇൻട്രസ്റ്റ് ചാർജസ് പേ ടു ഇംഗ്ലണ്ട് ഓൺ പബ്ലിക് ഡെറ്റ്. അതുപോലെ തന്നെ പൊതുകടത്തിൻ്റെ ഇൻട്രസ്റ്റ് ഇന്ത്യൻ ഗവൺമെൻറ് ബ്രിട്ടനിലേക്ക് ഇൻട്രസ്റ്റ് തിരിച്ചടയ്ക്കുന്നു. അപ്പം ഇങ്ങനെ പല വഴികളിലൂടെ ആണ് സ്വത്ത്, പണം ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടനിലേക്ക് ഒഴുകുന്നത്. ആ ഒഴുക്കിനെയാണ്, ആ ചോർച്ചയാണ് ഡ്രെയിൻ തിയറി എന്ന് ദാദാഭായ് നവറോജി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിൽ പറയുന്നത്. അത് കാര്യകാരണ സഹിതമാണ് പറയുന്നത്, വിത്ത് ഫാക്ട്സ് ആണ് പറയുന്നത്, ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആണ് പറയുന്നത്. ആൻഡ് ഹി വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു ഡു ഇറ്റ്. Then we have M.G. Ranade, Mahadev Govind Ranade, 1842 to 1901. The economic ideas of Ranade can be found in his Essays on Indian Economics that was published in 1898. The main message of the work is given in the first chapter named Indian Political Economy. This chapter was discussed in the form of a lecture in 1892 in the Deccan College of Pune. The economic ideas of Ranade concentrate on mainly three subjects. പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഫസ്റ്റ് വൺ ഈസ് മെത്തഡോളജി ഓഫ് സ്റ്റഡി, ഹൗ ടു ഡു ഇറ്റ്. ഓക്കെ, എങ്ങനെയാണ് നിങ്ങൾ പഠനം നടത്തുന്നത്, അതിനുള്ള മെത്തഡോളജി എന്താണ്. ദെൻ എക്സ്പ്ലനേഷൻ ഓഫ് ബാക്ക്വേർഡ്നെസ് ഓർ പോവർട്ടി ഇൻ ഇന്ത്യ. ദെൻ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് ഇന്ത്യ ആൻഡ് ദ റോൾ ഓഫ് ദ സ്റ്റേറ്റ്. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് M.G. റാനഡെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളുടെ രൂപീകരണത്തിൽ ഉപയോഗിച്ചത്. മെത്തഡോളജി ഓഫ് സ്റ്റഡി, ഹൗ യു സ്റ്റഡി ഇറ്റ്. ഓക്കെ, എങ്ങനെയാണ് നിങ്ങൾ എക്കണോമിക്സ് ഒരു പ്രത്യേക ഹൈപ്പോത്തിസിസ് കൊണ്ടുവരുന്നത്, ഹൗ യു യൂസ് എ മെത്തഡോളജി ടു സ്റ്റഡി ഇറ്റ്. എക്സ്പ്ലനേഷൻ, ഹൗ ആർ യു ഗോയിങ് ടു എക്സ്പ്ലെയിൻ ദ ഓൾറെഡി എക്സിസ്റ്റിംഗ് ബാക്ക്വേർഡ്നെസ് ഓഫ് പോവർട്ടി ഇൻ ഇന്ത്യ, അതിന് കാരണം എന്താണ്. ദെൻ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് ഇന്ത്യ ആൻഡ് ദ റോൾ ഓഫ് സ്റ്റേറ്റ്. ഓക്കെ, സോ ഹിസ്റ്റോറിക്കൽ മെത്തഡ് ഓഫ് സ്റ്റഡി. So he applied the historical method of study. He did not accept the classical notion of absolutism in economics. He was a practical economist. So അദ്ദേഹത്തിൻ്റെ ഒരു തിയററ്റിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള എക്കണോമിക്സിൽ നിന്നും കൂടുതൽ he preferred this practical way of economics. He did not like deductive method of analysis of the classical system. On the other hand, he thought that the historical method, which takes the past into account in its forecast of the future, is more appropriate than the deductive abstract classical method. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മെത്തേഡ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഹിസ് മെത്തേഡ് ഈസ് ഹിസ്റ്റോറിക്കൽ മെത്തേഡ്. ചരിത്രത്തിൽ നടന്നിട്ടുള്ള മുൻ കാര്യങ്ങൾ, അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്നതിന് മുൻപുള്ള ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ, ആ സമ്പദ് വ്യവസ്ഥയ്ക്ക് പതുക്കെ ഉണ്ടായിട്ടുള്ള ശോചനീയാവസ്ഥ, അതിലേക്ക് നയിച്ച കാരണങ്ങൾ, അങ്ങനെ ആ മെത്തഡോളജി എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ മെത്തഡോളജിയാണ്. ഇറ്റ്സ് നോട്ട് merely based on only on theory. So he was a practical economist. So he adopted the historical method of study. It is relativity on which the practical science of economics stands. According to him, it is relativity on which the practical science of economics stands. So he was more of a practical supporter of economics. So he did supported the historical method. That simply means that you need to take into account the past in order to understand the future. So distinct cause of Indian poverty. എന്താണ് ഇന്ത്യൻ പോവർട്ടിയുടെ കാരണം? എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ഇത്രയും ദാരിദ്ര്യം? അക്കോർഡിംഗ് ടു അദ്ദേഹം പറയുന്നത്
ഇത്തരം കാര്യങ്ങളൊക്കെയാണ്, ഈ പറയുന്ന കാരണങ്ങളൊക്കെയാണ് അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ളത്. Poverty in India has increased quite considerably after the entry of Britishers. Okay, Indian industries are backward and lopsided. അപ്പോൾ ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ഒരുപാട് പുറകിലാണ്. അവർ ഉപയോഗിക്കുന്ന ടെക്നിക്സും ടൂൾസൊക്കെ ഒരുപാട് പഴയതാണ്. ദർ ഈസ് ലാക്ക് ഓഫ് പ്രോപ്പർ ക്രെഡിറ്റ് ഫെസിലിറ്റീസ്, ആവശ്യത്തിനുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല. ദ ലാൻഡ് പോളിസീസ് ആർ ഓൾസോ ഡിഫക്റ്റീവ്. ബ്രിട്ടീഷുകാർക്ക് കൂടുതൽ പണം ഉണ്ടാക്കാനുള്ള ലാൻഡ് പോളിസീസും റവന്യൂ സെറ്റിൽമെൻറ്റ്സും ആണ് ഉള്ളത്. Lack of credit facilities stood in the way of industrial development. Ranade observes that the faulty British policy has made India a producer of raw materials for the British industries and a ready market for the British goods. ഇപ്പോൾ ബ്രിട്ടീഷുകാരുടെ നയത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ എന്ന് പറയുന്നത് അസംസ്കൃത വസ്തുക്കൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറി. ബ്രിട്ടീഷ് ഫാക്ടറികളിൽ ഉപയോഗിക്കാൻ ആവശ്യമുള്ള റോ മെറ്റീരിയൽസ് ഓൺ ദ പ്രൊഡ്യൂസേഴ്സ് ഓഫ് റോ മെറ്റീരിയൽസ് ആയിട്ട് തരം താണു പോയി. ദ ബേസിക് കോസ് ഓഫ് ഇന്ത്യസ് പോവർട്ടി ഈസ് ടു മച്ച് ഡിപ്പെൻഡൻസ് ഓൺ ബാക്ക്വേർഡ് അഗ്രികൾച്ചർ. സോ ആൻഡ് അഗ്രികൾച്ചർ വാസ് ഓൾസോ യൂസിങ് ദീസ് ബാക്ക്വേർഡ് ടെക്നിക്സ്. ഓക്കെ, ഒരുപാട് ട്രഡീഷണൽ പ്രാക്ടീസസ് ആണ് agriculture ഉണ്ടായിരുന്നു. There was no innovative ideas or interventions in agriculture, Indian agriculture. Then അത്രയാണ് റാനഡയെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് വി ഹാവ് R.C. Dutt or Ramesh Chandra Dutt, 1848 to 1909. R.C. Dutt was a civil servant and an economic historian. He wrote two very famous books, Economic History of India and Famines in India, his two books. He was of the opinion that the British administration could not improve the material prosperity of Indian people, rather it had worsened gradually. Indian people became the victims of absolute and relative poverty. Famine was a cause of Indian poverty. ഇന്ത്യയിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഈ famine was the cause of Indian poverty, and British administration actually made India impoverished. So what are the reasons for poverty in India? First one, backwardness of Indian agriculture, downfall of Indian industries, high growth of population, unsound taxation, excessive home charges. Excessive home charges നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇവിടുത്തെ ബ്രിട്ടീഷുകാരായിട്ടുള്ള ജോലിക്കാരെ തിരിച്ച് ബ്രിട്ടനിലേക്ക് അയക്കുന്നതാണ് ഈ ഹോം ചാർജസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. അത് വളരെ കൂടുതലാണ്. So according to him, he came up with some suggestions. അദ്ദേഹം കുറച്ച് സജഷൻസ് കൊണ്ടുവന്നു. അതിലൊന്ന്, the land revenue system should be rationalized. He suggested that the land settlement should be made for a period of more than 30 years. 10 വർഷം അല്ലെങ്കിൽ അതിനേക്കാൾ താഴെയുള്ള വർഷത്തിലേക്കല്ല, ഏറ്റവും കുറഞ്ഞ 30 വർഷത്തേക്കെങ്കിലും ഒരു ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ് കൊണ്ടുവരണം. The cess on land tax has to be used for the direct advantage of the cultivators. When the direct land revenue is collected by the state, the rate should not be more than 20% in individual cases and not more than 10% in the district as a whole. അപ്പോൾ ഈ റാഷണലൈസേഷൻ കർഷകർക്ക് മുകളിൽ വലിയ ഒരു ആഘാതമായിട്ട് മാറാത്ത രീതിയിലായിരിക്കണം ടാക്സ് കളക്ഷൻ ചെയ്യേണ്ടത്. മാത്രമല്ല അതിൽ നിന്നൊരു പങ്ക് കർഷകരുടെ തന്നെ വെൽഫെയറിന് വേണ്ടി ഉപയോഗിക്കണം. The excise duties on mill industries should be abolished. Okay, rate of interest of public debt should be lowered. A sinking fund may be created for the repayment of public debt. There should be the sharing of military and civil expenditure by the government of Great Britain. ഈ മിലിറ്ററി ആൻഡ് സിവിൽ ചെലവുകളിലേക്ക് ബ്രിട്ടീഷ് ഗവൺമെൻറ്, ഇംഗ്ലണ്ടിലുള്ള ഗവൺമെൻറ്റും സംഭാവന നൽകണം എന്ന് അദ്ദേഹം പറഞ്ഞു. Civil charges may be reduced by employing more interns in civil services and in good jobs. Irrigation work should be extended to the rural areas and the expenditure may be borne from the ordinary revenues. Further construction of railways may be prohibited. കാരണം റെയിൽവേ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് it was for profit making of the European investors, not for Indians. Okay, so Indian people should be given representation in legislative bodies. In this connection, the Constitution of India may be changed. Okay, so then he suggested the revival of cottage and small scale industries. കുടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറഞ്ഞു. Economy in government expenditure, ഗവൺമെൻറ്റിൻ്റെ ചിലവ്, അമിതമായ ചിലവ് കുറയ്ക്കണം. റിഡക്ഷൻ ഇൻ ഹോം ചാർജസ് അദ്ദേഹം വീണ്ടും പറയുന്നു,
then extension of irrigation facilities to agriculture sector. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സജഷൻസ്. ഓക്കെ, ഫൈൻ. Then G.K. Gokhale or Gopalakrishna Gokhale, 1866 to 1915. He was more a political leader than an economist. He was the political guru of Mahatma Gandhi. Gokhale is known for his budget speeches, for his evidence before the Welby Commission on Expenditure in India. So, according to Gokhaleയുടെ അഭിപ്രായത്തിൽ, India's drain of resources has been created because of economic and social conditions created by the British. ഇപ്പോൾ ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയുടെ ഈ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണം. England imposed on India many undesirable policies such as free trade, destruction of industries, and so on, which are responsible for the creation of the drain. അപ്പോൾ ഈ സ്വത്തിൻ്റെ ചോർച്ച ഇന്ത്യയിൽ നിന്ന് ബ്രിട്ടനിലേക്കുള്ള ഈ സ്വത്തിൻ്റെ ചോർച്ചയ്ക്ക് കാരണം, അതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ബ്രിട്ടീഷുകാർ തന്നെയാണ്. ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ഇല്ലാതെയാക്കി, ഫ്രീ ട്രേഡ് കൊണ്ടുവന്ന് ഇന്ത്യയുടെ എക്സ്പോർട്ട് അവതാളത്തിലാക്കി. So Gokhale thought that the poverty of India was because of the draining away of resources from India. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. And he also suggested some reforms. He was in favor of industrial development of India. He recommended an inquiry for looking into the possibilities of the growth of sugar industry in India. He pleaded for the introduction of permanent settlement in the matter of land revenue. He urged the government to introduce land mortgage banks, ഭൂപണയ ബാങ്ക്, അതാണ് ഈ land mortgage banks, for reducing the exploitation by the moneylenders. He recommended the introduction of education, especially for child labor. He moved a resolution for the prohibition of the recruitment of indentured labor for the colony of Natal. According to him, indentured labor was a de facto slave system. It's not the divan facto, it's a de facto slave system. Indentured labor എന്ന് പറഞ്ഞാൽ forced labor. He pleaded more for protective irrigation than for famine relief from budgetary revenues. He wanted to bring the railways under the management of the state, and he advocated the policy of protection, that means the right kind of protection to the Indian industries. So he was against this forced labor or indentured labor. Okay. Training of selected Indians abroad and promotion of industrial and technical education, improvement of living conditions of the workers, reduction in revenue, creation of cooperative societies which will lend out money at a low rate of interest, വളരെ കുറഞ്ഞ പലിശയ്ക്ക് പണം കടം കൊടുക്കുന്ന സഹകരണ സ്ഥാപനങ്ങൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. Removal of agricultural indebtedness. He advocated decentralization of power. Now we have Mohandas Karamchand Gandhi, 1869 to 1948. So M.K. Gandhi was neither an economist nor a politician. His was a socialist plan based on non-violence, truth, love and sympathy. So Gandhiയുടെ economic plans എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it was based on non-violence, truth, love and sympathy. So Gandhi wanted to have an ideal society of his own imagination. His ideas on economics are a part and parcel of his philosophical, political and sociological ideals. അപ്പോൾ ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ ഗാന്ധിജി സ്വപ്നം കണ്ടിരുന്ന, നടപ്പിൽ വരുത്താൻ ആഗ്രഹിച്ചിരുന്ന ഒരു എക്കോണമിക് സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ഹിസ് ഫിലോസഫിക്കൽ, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യോളജിക്കൽ ഐഡിയൽസ്.
Gandhi was essentially concerned with the free growth of human beings, emancipation of the downtrodden and exploited masses. അപ്പോൾ മനുഷ്യരുടെ ഇമാൻസിപ്പേഷൻ, മോചനം, അതുപോലെ തന്നെ ചൂഷണം ചെയ്യപ്പെടുന്ന ആളുകളുടെ മോചനം, ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അടിസ്ഥാനപരമായി അദ്ദേഹം ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ. ഇപ്പോൾ സാമ്പത്തികമായ മുന്നേറ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള മോചനം കൂടിയായിരുന്നു. So, Gandhi's idea of a welfare economy. So, Gandhi was in favor of maximization of social welfare. The welfare is not in the material sense of the term, but is more of spiritual nature. ഇപ്പോൾ ഗാന്ധിയുടെ വെൽഫെയർ എന്ന് പറയുന്നത്, വെൽഫെയർ ഓഫ് ദ സ്റ്റേറ്റ് എന്ന് പറയുന്നത്, ഇസ് മോർ ഓഫ് സ്പിരിച്വൽ ഇൻ നേച്ചർ. ഹിസ് കോൺസെപ്റ്റ് ഓഫ് വെൽഫെയർ ഈസ് ബേസ്ഡ് ഓൺ ദ ഗ്രോത്ത് ഓഫ് ദ ടോട്ടലിറ്റി ഓഫ് ഹ്യൂമൻ പേഴ്സണാലിറ്റി. ഇപ്പോൾ മനുഷ്യൻ്റെ പേഴ്സണാലിറ്റി കൂടി ഡെവലപ്മെൻറ്റാണ്, അതിൻ്റെ സമ്പൂർണ്ണമായ ഡെവലപ്മെൻറ്റാണ്, ഒരു സാമ്പത്തികമായ ഡെവലപ്മെൻറ്റ് മാത്രമല്ല ഗാന്ധിജി ഉദ്ദേശിച്ചിരുന്നത്. The basis of economic activities should be moral and ethical, should have moral and ethical considerations. In fact, Gandhian economics is very much interlinked with ethics. എത്തിക്സും ആയിട്ട് വളരെ അഭേദ്യമായ ബന്ധം, എത്തിക്സുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം ഗാന്ധിയൻ എക്കണോമിക്സിനുണ്ട്. ഹിസ് എക്കണോമിക്സ് വാസ് പ്രാഗ്മാറ്റിക് ബട്ട് നോട്ട് എ മോറൽ. സോ വില്ലേജ് റീഓർഗനൈസേഷൻ ആൻഡ് അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ്. സോ ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു വില്ലേജ് റീഓർഗനൈസേഷനും അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റിനെ കുറിച്ചൊക്കെ ഗാന്ധിക്ക് ഒരുപാട് ആശയങ്ങളും സജഷൻസും ഉണ്ടായിരുന്നു. അതെന്താണെന്ന് നോക്കാം. ഗാന്ധി വാസ് ഇൻ ഫേവർ ഓഫ് സെൽഫ് സഫിഷ്യൻറ്റ് വില്ലേജസ്. ഈ ഗ്രാമങ്ങളുടെ ഒരു സ്വാശ്രയത്വം അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ഹി വാണ്ടഡ് ടു യൂസ് സച്ച് ടെക്നിക് ഓഫ് കൾട്ടിവേഷൻ വിച്ച് വിൽ നോട്ട് ഡിപ്ലീറ്റ് അവർ സോയിൽ. മണ്ണിന് ദോഷം ചെയ്യാത്ത രീതിയിലുള്ള അഗ്രികൾച്ചറാണ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. The use of fertilizer must not spoil the soil. He was against the use of artificial fertilizers. Gandhi was against the individual ownership of land. Okay, he thought that it is better to have communal ownership of land for balanced cultivation. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ഓണർഷിപ്പിനെ കുറിച്ച് അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒരു കമ്മ്യൂണൽ ഓണർഷിപ്പാണ്, അല്ലെങ്കിൽ ഒരു ഓരോ സംഘങ്ങൾ, കർഷക സംഘങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അവരുടെ കൂട്ടായ ഒരു ഓണർഷിപ്പാണ് ഗാന്ധിജി ആഗ്രഹിച്ചിരുന്നത്. എവറി വില്ലേജ് ഹാസ് ടു ബി എ സെൽഫ് കണ്ടെയ്ൻഡ് റിപ്പബ്ലിക്. ഓക്കെ, ആൻഡ് ഹി വാണ്ടഡ് the abolition of the zamindari system. The large-scale industries bring out things convenient to life, and Gandhi says that this makes the consumer lazy. Okay, വലിയ ഇൻഡസ്ട്രീസിന് എതിരായിരുന്നു ഗാന്ധി. കാരണം അത്തരം വലിയ ഇൻഡസ്ട്രീസ് മനുഷ്യ ജീവിതം കൂടുതൽ കൂടുതൽ ലളിതമാക്കുന്നു, ആയാസകരമല്ലാതെയാക്കുന്നു. So it makes the consumer lazy. Okay, Khadi industries are based on the ideas of non-violence and truth, though mill-made products are cheaper than Khadi products. But Khadi and village industries അദ്ദേഹം സപ്പോർട്ട് ചെയ്തിരുന്നു. ഈ ഫാക്ടറി മെയ്ഡ് ആയിട്ടുള്ള ഗാർമെൻറ്റ്സ് വളരെ ചീപ്പായി കിട്ടുമെങ്കിലും Khadi has its own morals, you know. So large-scale production through machinery involves the danger of violence and untruth. Therefore, such a type of production should not be allowed. So he was against these factory systems and industries, heavy industries. He supported and promoted Khadi and village industries. Moreover, the capitalist method of production also involves the possibilities of clash between labor and capital. But labor and capital, മുതലാളിയും മൂലധനവും അതുപോലെ തന്നെ തൊഴിലാളികളും തമ്മിലുള്ള വലിയൊരു കോൺഫ്ലിക്റ്റിന് കാരണമാകും ഈ മുതലാളിത്ത വ്യവസ്ഥ. അതുകൊണ്ട് അതിനെ ഗാന്ധിജി തള്ളിക്കളയുന്നു. Then Khadi industry is a symbol of unity, freedom and equality. Khadi implies the decentralization of production and distribution of the necessary products. So that's all about Khadi. Then decentralization. The decentralization means അധികാര വികേന്ദ്രീകരണം. ഓക്കെ, ഒരു സ്ഥലത്ത് തന്നെ അധികാരം കേന്ദ്രീകരിച്ചിരിക്കുന്നതിന് പകരം താഴെ തട്ടിലേക്ക് ഇങ്ങനെ അധികാരത്തെ ഇങ്ങനെ
ഡീസെൻട്രലൈസ് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ഡെലിഗേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ഡീസെൻട്രലൈസേഷൻ. Gandhi wanted decentralized pattern of development because such a pattern is better normally and spiritually. Decentralized industries can play a crucial role in the development of a country like India with least disturbance and dislocation. അപ്പോൾ ഇന്ത്യക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടത് ഉള്ളത് ഈ അധികാര വികേന്ദ്രീകരണ രീതിയാണെന്നാണ് ഗാന്ധിജി അഭിപ്രായപ്പെട്ടിരുന്നത്. The small industries and village industries can serve the purpose of decentralization. The centralized industries are generally large-scale industries. These industries are anti-democratic and lead to regimentation. അപ്പോൾ ഈ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് എല്ലാം ആൻറ്റി ഡെമോക്രാറ്റിക്, ജനാധിപത്യ വിരുദ്ധമാണെന്നാണ് ഗാന്ധിജി വിശ്വസിച്ചിരുന്നത്. So on labor, he said, labor has a very crucial role to play in the economy. Gandhi favored the formation of trade unions in different production places. So he supported trade unions formation. The actions of the trade union should be based on non-violence, arbitration and truth. Okay. അനാവശ്യമായ സംഘർഷങ്ങൾ ഉണ്ടാക്കുകയല്ല ട്രേഡ് യൂണിയൻസ് ചെയ്യേണ്ടത്. Their actions must be based on non-violence, arbitration and truth. The trade unions will safeguard the rights and interests of their members. The trade unions will share the functions of the state. And he favored strikes. അദ്ദേഹം സമരത്തിനെതിരായിരുന്നില്ല. He himself was the leader of many strikes. മറ്റൊരു ഡോക്ട്രിനാണ് ട്രസ്റ്റിഷിപ്പ് ഡോക്ട്രിൻ. ഓക്കെ, അപ്പോൾ ഗാന്ധിയുമായിട്ട് നമ്മൾ പലപ്പോഴും നമ്മൾ ബന്ധപ്പെടുത്തി കേട്ടുള്ളതാണ് ട്രസ്റ്റ്, ട്രസ്റ്റിഷിപ്പ്. സോ അണ്ടർ ദ ട്രസ്റ്റിഷിപ്പ്, ഒരു ട്രസ്റ്റ് ഫോം ചെയ്യുന്ന രീതി. ഓക്കെ, അണ്ടർ ദ ട്രസ്റ്റിഷിപ്പ് സ്കീം the rich people will keep for them only that much of wealth which is essential for a good standard of living. The rest would be meant for others in the society. അപ്പോൾ ട്രസ്റ്റിഷിപ്പ് അല്ലെങ്കിൽ ട്രസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ ധാരാളം പണമുള്ള വെൽത്തി ആയിട്ട് ആളുകൾക്ക് അവർക്ക് ആവശ്യമുള്ള ജീവിക്കാൻ ആവശ്യമുള്ളത് മാത്രം എടുത്ത് ബാക്കി മറ്റുള്ളവരുടെ സഹജീവികളുടെ വെൽഫെയറിന്, ക്ഷേമത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ള ഒരു സിസ്റ്റം, ഒരു സെറ്റപ്പ് എന്ന രീതിയിലാണ് ട്രസ്റ്റിഷിപ്പ് ഡോക്ട്രിൻ കൊണ്ടുവരുന്നത്. ആൻഡ് ദിസ് ട്രസ്റ്റിഷിപ്പ് വിൽ എലിമിനേറ്റ് എക്കോണമിക് ഇൻഇക്വാലിറ്റീസ് ബിറ്റ്വീൻ ദ റിച്ച് പീപ്പിൾ ആൻഡ് ദ പുവർ പീപ്പിൾ. So that's all about the trusteeship doctrine. Thank you.